ഓക്കെ, എല്ലാവരും ഓൺലൈൻ എക്സാം നന്നായിട്ട് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 2 പോയിൻ്റ് ഈക്വൽ ചാർജസ്. ഓക്കെ, 2 ഈക്വൽ ആയിട്ടുള്ള പോയിൻ്റ് ചാർജസ്. ഒന്നാമത്തെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 മൈക്രോ കൂളംബാണ്. അത് എവിടെ ഇരിക്കുകയാണ്? IJ - K. ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 1 1 -1 എന്ന് പറയുന്ന കോർഡിനേറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് R1. ഓക്കെ, ഫസ്റ്റ് ചാർജിൻ്റെ ഡിസ്റ്റൻസ് പൊസിഷൻ വെക്ടർ. ഓക്കെ, I + J - K. ആ ചാർജ് എത്രയാണ്? 1 മൈക്രോ കൂളംബാണ്. ഇനി മറ്റൊരു ചാർജ് അതും 1 മൈക്രോ കൂളംബ് തന്നെയാണ്. അതിൻ്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് R2. ഓക്കെ, R2 = എത്രയാണ്? 2I + 3J - K. അങ്ങനെയെങ്കിൽ ഈ 2 ചാർജുകൾക്കിടയിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓൺ ദ ഓർഡർ എത്രയാണ്? അപ്പം ഈ 2 ചാർജുകൾ എയറിലാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്കിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F = എന്തായിരിക്കും? 1/4πε0. ഓക്കെ, ഈ ചാർജ് അല്ലേ Q1 എന്ന് ഞാൻ എടുക്കുക. ഓക്കെ, ഇതിനെ ഞാൻ Q2 എന്ന് എടുക്കുക. അപ്പോൾ Q1 Q2 ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, വെക്റ്റർ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഈ വെക്റ്റർ R എങ്ങനെ കണ്ടുപിടിക്കാം? വെക്റ്റർ R എന്ന് പറയുന്നത് ഓക്കെ R2 - R1 എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 2I + 3J - K -I + J - K. അത് നമ്മൾ എടുക്കുമ്പോൾ ഓക്കെ I + 2J - K പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കിട്ടും? √1² + 2² = √5 എന്ന് കിട്ടും. അപ്പോൾ ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? F = 1/4πε0. 1/4πε0 വാല്യൂ 9 × 10⁻⁹ ആണ്. ഓക്കെ, ഇൻറ്റു Q1 എത്രയാ? 10⁻⁻6. ഓക്കെ, ഇൻറ്റു Q2 10⁻⁻6 ഡിവൈഡഡ് ബൈ ഓക്കെ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് √5 ആണ്. √5ൻ്റെ സ്ക്വയർ അപ്പോൾ 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് 9/5 × 10⁻⁻3 എന്ന് കിട്ടും. ദറ്റ് ഈസ് 1.8 × 10⁻⁻3. ഓക്കെ, അപ്പോൾ ഓൺ ദ ഓർഡർ ഓഫ് എത്രയായിരിക്കും? 10⁻⁻3 ന്യൂട്ടൺ എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ ഓപ്ഷൻ എ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ആൻ ഇൻഫിനിറ്റി ലൈൻ ചാർജ് പ്രൊഡ്യൂസസ് എ ഫീൽഡ്. ഓക്കെ, ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ഓക്കെ ഒരു 2 സെൻറ്റിമീറ്റർ അകലെ, അപ്പോൾ R = 2 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട് E = 7.182 × 10⁻8 Nm/Coulomb. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ R ഡിസ്റ്റൻസ് അകലുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E = എന്താണ്? λ/2πε0r ആണ്. അങ്ങനെയെങ്കിൽ λ = എന്തായിരിക്കും? 2πε0r × E എന്ന് നമുക്ക് എടുക്കാം. ദറ്റ് ഈസ് 2 × 3.14 × ε0 8.85 × 10⁻⁻12 ഇൻറ്റു ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 × 10⁻⁻2 മീറ്റർ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 7.182 × 10⁻8. ഓക്കെ, ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്ത് എടുക്കുമ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് 7.98 × 10⁻⁻4 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ദ ഇലക്ട്രിക് ഫ്ലക്സ് എൻറ്ററിങ് ആൻഡ് ലീവിങ് ആൻ എൻക്ലോസ്ഡ് സർഫസ് ആർ φ1 and φ2 respectively. The electric charge inside the surface will be. Okay,
അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് സർഫസ്. ഈ ക്ലോസ്ഡ് സർഫസിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് ആണ് φ1, അതിൽ നിന്നും ലീവ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് φ2. ഓക്കെ, അപ്പോൾ ഈ സർഫസിലേക്ക് വന്ന് കയറുന്ന ഫ്ലക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? φ1. ഒരു സർഫസിനുള്ളിലേക്ക് വന്ന് കയറുന്ന ഫ്ലക്സ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ φ1 നമ്മൾ എന്ത് കൊടുത്തു? -1 എന്ന് കൊടുത്തു. ഇനി ഈ ക്ലോസ്ഡ് സർഫസിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ്, ആ പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? φ2 ആണെന്ന്. ഓക്കെ, പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് എൻ്ററിങ് ടു എ സർഫസ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്, ഫ്ലക്സ് ലീവിങ് ഫ്രം സർഫസ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഫ്ലക്സ് നമുക്ക് എങ്ങനെ എടുക്കാം? നെറ്റ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു, ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ φ2 മൈനസ് φ1 എന്ന് കിട്ടും. കേസ് നമ്പർ 1. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലുള്ള ചാർജ്, ഓക്കെ, നെറ്റ് ചാർജ് ഞാൻ ക്യൂ നെറ്റ് എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഗോസസ് തിയറി പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് നെറ്റ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു നെറ്റ് ചാർജ് ഇൻസൈഡ്. ഓക്കെ, ഈ ഗോസിയൻ സർഫസിനുള്ളിലുള്ള നെറ്റ് ചാർജ് ഇൻസൈഡ് ബൈ ε0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസൈഡിലുള്ള നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ε0 ഇൻറ്റു നെറ്റ് ഫ്ലക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ε0 ഇൻറ്റു നെറ്റ് ഫ്ലക്സ് എത്രയാണ്? φ2 മൈനസ് φ1. ഓക്കെ, therefore ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 3. ശരിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് വരാം. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 4ൽ തന്നിരിക്കുന്നത്? എ സ്ട്രൈറ്റ് വയർ ഓഫ് ലെങ്ത് L. ഒരു വയറ്, ആ വയറിൻ്റെ ലെങ്ത് L ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് P. ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് തന്നിട്ടുണ്ട് P. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൈപോൾ മൊമെൻറ്റ് P ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ചാർജ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ വയറിനെ നമ്മൾ ബെൻഡ് ചെയ്തു, ഒരു സെമി സർക്കിളാക്കി മാറ്റി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ന്യൂ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൻ്റെ ന്യൂ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം ലെങ്ത് ഓഫ് ദി ഡൈപോൾ, ന്യൂ ലെങ്ത് ഓഫ് ദി ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ന്യൂ ലെങ്ത് ഓഫ് ദി ഡൈപോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഇതിനെ ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂ ലെങ്ത് ഓഫ് ദി ഡൈപോൾ L' ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? 2r എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂ ഡൈപോൾ മൊമെൻറ്റ് P' ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ചാർജ് അപ്പോഴും Q തന്നെയാണ് അല്ലേ? അപ്പോൾ L' ഇൻറ്റു Q. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? L' വാല്യൂ കണ്ടുപിടിക്കണം. L' വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഈ പോർഷൻ്റെ ലെങ്ത് അപ്പോഴും L തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ ഈ സർക്കിളിൻ്റെ, ഓക്കെ, ഈ സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ എടുത്താൽ മതി. അപ്പോൾ ഈ സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? πr ആണ്. അപ്പോൾ πr ഇസ് ഈക്വൽ ടു L. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ r ഇസ് ഈക്വൽ ടു L/π. therefore 2r ഇസ് ഈക്വൽ ടു 2L/π. ഓക്കെ, അങ്ങനെയെങ്കിൽ L' പകരം നമുക്ക് എന്തുകൊണ്ട് കൊടുക്കാം? L' പകരം 2r അല്ലേ? അപ്പോൾ 2r എന്ന് പറയുന്നത് 2L/π ഇൻറ്റു Q. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു LQ. LQ എന്ന് പറയുന്നത് P ആണ്. ഓക്കെ, അപ്പോൾ 2P/π എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 3 ഇൻഫിനിറ്റ്ലി ചാർജ്ഡ് ഷീറ്റ്സ് ആർ കെപ്റ്റ് പാരലൽ ടു XY പ്ലെയിൻ. ഓക്കെ, XY പ്ലെയിനിൽ പാരലായിട്ട് 3 കണ്ടക്റ്റിംഗ് സർഫസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചാർജ് ഡെൻസിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P. ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു പ്ലെയിൻ ഷീറ്റ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഒരു കണ്ടക്റ്റിംഗ് പ്ലെയിൻ ഷീറ്റ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? σ/2ε0 ആണ്. ഓക്കെ, അപ്പോൾ നോക്കി ഈ 3 പ്ലേറ്റും എവിടെ ഇരിക്കുകയാണ്? XY പ്ലെയിനിലിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? Z ആക്സിസിലായിരിക്കും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ വരിക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ദാണ്ടെ ഈ ഫസ്റ്റ് പ്ലേറ്റ്, ഈ പ്ലേറ്റ് മൂലം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P
സി ഈക്വൽ ടു എന്തായിരിക്കും ഈ കണ്ടക്ടിങ് ഷീറ്റ് ഇതിനെ ഞാൻ 1 എന്ന് എടുക്കുകയാണ്, ഇതിനെ ഞാൻ 2 എന്ന് എടുക്കുകയാണ്, ഇതിനെ ഞാൻ 3 എന്ന് എടുക്കുകയാണ്. അങ്ങനെ 3 ഷീറ്റാണുള്ളത് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ഷീറ്റ് 1 പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ഷീറ്റ് 2 പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇതിൻ്റെ 3ൻ്റെയും കൂടെ വെക്റ്റർ സം എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് 1 മൂലം ഈ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡാണ്, പ്ലസ് സിഗ്മയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈ ചാർജ് മൂലം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, ഇത് പോസിറ്റീവ്, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ അത് എങ്ങോട്ടായിരിക്കും? മുകളിലേക്ക് ആയിരിക്കും. മുകളിലേക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഏത് ഡിറക്ഷനിൽ? ഇസഡ് ആക്സിസിൻ്റെ ഡിറക്ഷനിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിറക്ഷൻ കെ ക്യാപ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തത് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എടുക്കുകയാണ്. ഓക്കെ, പ്ലസ് E2. അപ്പോൾ ഇത് നോക്കി, ഇത് മൈനസ് ചാർജ് ആണ്. അപ്പോൾ ഈ മൈനസ് ചാർജ് മൂലം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ മൈനസ് കെ ആക്സിസിലായിരിക്കും, ഇസഡ് ആക്സിസിൻ്റെ നെഗറ്റീവ് ഇസഡ് ആക്സിസിലായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ചാർജ് ഡെൻസിറ്റി 2 സിഗ്മയാണ്. അപ്പോൾ 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, അതിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. ഓക്കെ, അപ്പോൾ മൈനസ് കെ പ്ലസ് E3. അപ്പം ഇവിടുത്തെ ഈ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ ഒറിജിൻ ചെയ്യുന്നത്. അപ്പോൾ അതും ഡൗൺ വേർഡ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെ എടുക്കാം? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, കെ ക്യാപ്പ് അല്ലേ, അതും എന്താണ്? മൈനസ് ആണ്. ഓക്കെ, മൈനസ് കെ ക്യാപ്പ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ ഒരു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് ഇവിടെ ഒരു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 മൈനസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 2ഉം കട്ടായി, ബാക്കി എന്തുണ്ട്? മൈനസ് സിഗ്മ ബൈ എപ്സിലോൺ 0 കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇസഡ് ആക്സിസിലേക്കായിരിക്കും അതിൻ്റെ ഡിറക്ഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. സിഗ്മ ബൈ എപ്സിലോൺ 0 മൈനസ് കെ. ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇനി നോക്കാം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ഇറ്റ് സെൻറ്റർ ഈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കി, നമ്മളൊരു ഡൈപോൾ എടുക്കുകയാണ്. ഓക്കെ, ഇത് മൈനസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ. ഓക്കെ, ഡൈപോളിൻ്റെ ലെങ്ത് 2L. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണ്, P. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ P എന്ന് പറയുന്ന പോയിന്റ് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയാണ്. അവിടെ മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഈ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. E ഈസ് ഈക്വൽ ടു എന്താണ്? 1/4 പൈ എപ്സിലോൺ 0 P ബൈ R ക്യൂബ് ഇൻറ്റു റൂട്ട് ഓഫ് 3 cos സ്ക്വയർ തീറ്റ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, 1/4 പൈ എപ്സിലോൺ 0 P ബൈ R ക്യൂബ് ഇൻറ്റു റൂട്ട് ഓഫ് 3 cos സ്ക്വയർ തീറ്റ പ്ലസ് 1. ഓക്കെ, ഇതിനകത്ത് ഈ തീറ്റയ്ക്ക് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ ആക്സിയൽ ലൈനിലുള്ളത് കിട്ടും. തീറ്റയ്ക്ക് പകരം 90 കൊടുത്തു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇക്വിറ്റോറിയൽ ലൈനിലുള്ളത് കിട്ടും. ഓക്കെ, അപ്പം ഏത് പോയിന്റിലുമുള്ള ഡൈപോളിന് ചുറ്റും ഏത് പോയിന്റിലുമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് 1/4 പൈ എപ്സിലോൺ 0 P ബൈ R ക്യൂബ് ഇൻറ്റു 3 cos സ്ക്വയർ തീറ്റ പ്ലസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ therefore ആൻസർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 6. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് പ്ലേസ്ഡ് ഇൻ വാക്വം ഈസ് F. ഓക്കെ, ഞാനിപ്പോൾ ഒരു Q1 എന്ന് പറഞ്ഞൊരു ചാർജ് എടുത്തു, Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജ് എടുത്തു. ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ R ആണ്. ഇത് വാക്വം അല്ലെങ്കിൽ എയറിലാണ് ഇരിക്കുന്നത് എന്നിരിക്കട്ടെ. അപ്പോൾ ഇവർക്കിടയിലുള്ള ഫോഴ്സ് നമുക്ക് എങ്ങനെ എടുക്കാം? F ഇസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 Q1 Q2 ബൈ R സ്ക്വയർ. ക്വസ്റ്റ്യൻ നമ്പർ 1. If the charges are placed at the same separation in a medium of dielectric constant K, അങ്ങനെയെങ്കിൽ ഇതേ ചാർജസിനെ ഇതേ സെപ്പറേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു മീഡിയത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂ ഫോഴ്സ് ഇൻ ദാറ്റ് മീഡിയം FM ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1/4 പൈ എപ്സിലോൺ 0 K
Q1 Q2 by R square. That is Fm is equal to ഈ 1/4 pi epsilon 0 Q1 Q2 by R square എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? F എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ F by K. Therefore, answer option C. Option C is the right answer for question number 7. Okay. ഇനി നമുക്ക് നോക്കാം question number 8. തന്നിരിക്കുന്ന question, the distance between 2 point charges is increased by 10%. Okay. 2 point charges Q1 and Q2 ഇവർക്കുള്ള സെപ്പറേഷൻ R ആണ്. ഓക്കെ, നമ്മളിനി എന്ത് ചെയ്തു? R എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു അല്ലേ? R dash is equal to എത്ര ഇൻക്രീസ് ചെയ്തു? 10%. അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R dash is equal to R plus 10% of R ആക്കി നമ്മൾ മാറ്റി. Q2 Q1. അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഫോഴ്സ് എത്ര ചേഞ്ച് ചെയ്യും? ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കേസിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to 1/4 pi epsilon 0 Q1 Q2 by R square ആണ് അല്ലേ? ദാറ്റ് മീൻസ് F പ്രൊപ്പോർഷണൽ ടു 1/R square. ക്വസ്റ്റ്യൻ നമ്പർ 1. രണ്ടാമത്തെ കേസിലോ F is equal to 1/4 pi epsilon 0 Q1 Q2 by R dash square. That means F dash, ഇനി ഞാൻ F dash എന്ന് എടുക്കുകയാണ്. അപ്പോൾ F dash പ്രൊപ്പോർഷണൽ ടു 1/R dash സ്ക്വയർ. ഞാൻ ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ F dash by F is equal to നമുക്ക് എങ്ങനെ എഴുതാം? R by R dash the whole square. Okay, which implies F dash by F is equal to R by R dash പകരം നമുക്ക് എങ്ങനെ എഴുതാം? R dash എന്ന് R plus 10% of R ആണ്. അപ്പോൾ R plus 0.1 R, that is 1.1 R. ഓക്കെ, അപ്പം 1.1 R the whole square. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ F dash by F is equal to 1 by 1.1 the whole square, 1.21. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ F dash by F is equal to 1 by 1.21 എന്ന് പറയുന്നത് 0.826 സംതിങ് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ രണ്ട് സൈഡിൽ നിന്നും ഒരു 1 സബ്ട്രാക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ F dash by F minus 1 is equal to 0.826 minus 1. ഓക്കെ, that means ഈ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ F dash by F minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ F by F is equal to 0.17 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് ഡെൽറ്റ F by F into 100 നിയർലി ഈക്വൽ ടു 17. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, മൈനസ് 17%. ഓക്കെ, അപ്പോൾ നോക്കി ഡെൽറ്റ F by F into 100 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഫോഴ്സ് കിട്ടും മൈനസ് 17% എന്ന് കിട്ടി. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 17% ചേഞ്ച് ഉണ്ടാകും. മൈനസ് വന്നതുകൊണ്ട് നമ്മൾ പറയും എന്താണ്? ഡിക്രീസ് ചെയ്യാണ്. ദെയർഫോർ ഫോഴ്സ് ഡിക്രീസസ് ബൈ 17%. ഓക്കെ, ഒരു 17% ഡിക്രീസ് ഉണ്ടാകും. ഓക്കെ, ദെയർഫോർ ആൻസർ ഓപ്ഷൻ C. Option C is the right answer for this question. Okay. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9ൽ തന്നിരിക്കുന്നത് 2 conducting spheres of radius R1 and R2 are charged to same surface charge density. The ratio of electric field near their surface is. Okay. ഏതൊരു കണ്ടക്റ്റിംഗ് സർഫസ് ആയിരുന്നാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് സർഫസ് എടുക്കുകയാണ്. ഏതൊരു കണ്ടക്റ്റിംഗ് സർഫസ് എടുത്താലും ആ കണ്ടക്റ്റിംഗ് സർഫസിന് തൊറ്റ അടുത്തുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റിംഗ് സർഫസിന്, ഒരു കണ്ടക്ടറിന് സർഫസിന് ഏറ്റവും തൊട്ട് അടുത്തുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ആ സർഫസിലെ ആ പോയിന്റിൽ വരുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ സ്പിയറിനൊന്നും എടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമ്മളിപ്പോൾ R1 റേഡിയസ് ഉള്ള ഒരു സ്പിയർ, ഓക്കെ,
അതിൽ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സർഫസിന് മുഴുവൻ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. അങ്ങനെയെങ്കിൽ ആ സർഫസിന് തൊട്ടടുത്തുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്പിയർ ആയതുകൊണ്ട് ഞാൻ അതിനെ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് എടുത്തു, ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ രണ്ടാമത്തെ സ്പിയർ എടുത്തു. അതിൻ്റെ റേഡിയസ് R2 ആണെന്നിരിക്കട്ടെ. ഇതിൻ്റെയും സർഫസിലുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സർഫസിന് തൊട്ടടുത്തുള്ള ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ E2ഉം എന്ത് തന്നെയായിരിക്കും? അവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ തന്നെയാണ്. അപ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ E1 ബൈ E2 ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ദെയർഫോർ ആൻസർ ഓപ്ഷൻ ഡി 1:1. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാതെ തന്നെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്കിത് കൃത്യമായിട്ട് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഓക്കെ, ഈ സ്പിയറിൻ്റെ കേസിൽ ആ സ്പിയറിൻ്റെ സർഫസിന് തൊട്ടടുത്തുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താ ഇവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതിന് തൊട്ടടുത്തുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ E1 ഇസ് ഈക്വൽ ടു Q1, ഇതിൻ്റെ സർഫസിലുള്ള ചാർജ് Q1 ബൈ 4π എപ്സിലോൺ 0 R1 സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ E1 ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? ഇതിൻ്റെ സർഫസിലുള്ള ചാർജ് എന്ന് പറയുന്നത് 4π R1 സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ 0 R1 സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും? സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് തന്നെ കിട്ടും. ഇതിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ E2 ഇസ് ഈക്വൽ ടു Q2 ബൈ 4π എപ്സിലോൺ 0 R2 സ്ക്വയർ. ഈ സർഫസിന് തൊട്ടടുത്തുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടുത്തെ Q2 എന്ന് പറയുന്നത് എന്താണ്? Q2 ഇസ് ഈക്വൽ ടു 4π R2 സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ 0 R2 സ്ക്വയർ. അപ്പോഴും അത് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ സ്പിയറിൻ്റെ കൺസെപ്റ്റ് വെച്ചാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടുകയുള്ളൂ. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു കണ്ടക്റ്റിംഗ് സർഫസ് എടുക്കുകയാണ്. ഓക്കെ, അത് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് ഈ സർഫസിന് തൊട്ടടുത്തുള്ള ഒരു പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ആ സർഫസിലുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദെയർഫോർ ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. An electron experiences a force equal to its weight when placed in an electric field. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയ സപ്പോസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണ്. ഓക്കെ, 2 പ്ലേറ്റ് എടുത്തു. ഈ പ്ലേറ്റിനെ ഞാൻ നെഗറ്റീവ്ലി ചാർജ് ചെയ്തു. ഇത് സെയിം എമൗണ്ട് ഞാൻ പോസിറ്റീവ്ലി ചാർജ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് നേരെ താഴോട്ട്. അപ്പം ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്നിരിക്കട്ടെ. ഇവിടെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഇലക്ട്രോണിനെ വെക്കുകയാണ്, ഒരു ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയായിരിക്കും? ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് താഴേക്ക് അതിൻ്റെ വെയിറ്റ് ഉണ്ടായിരിക്കും mg. ഓക്കെ, നേരെ മുകളോട്ട് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടായിരിക്കും, അതെന്ന് പറയുന്നത് QE. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മോട് പറയുന്നിരിക്കുന്നത് അതിൻ്റെ വെയിറ്റും ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലമുള്ള ഫോഴ്സും ബാലൻസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം F ഈസ് ഈക്വൽ ടു weight, that is QE is equal to mg. Q എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ E is equal to mg. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ E is equal to mg by E. ഓക്കെ, മാസ് ഓഫ് ഇലക്ട്രോൺ 9.11 into 10 raised to minus 31 into G 9.8 divided by 1.6 into 10 raised to minus 19. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.6 into 10 raised to minus 11 ന്യൂട്ടൺ പെർ കൂളംബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പവർ ഫാക്ടർ കറക്റ്റായിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 10. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോകാം. 2 charges of minus 12 microcoulomb and 18 microcoulomb are separated by a distance of 42 centimeter. ഓക്കെ, അപ്പോൾ നോക്കി 2 ചാർജസ് തന്നിട്ടുണ്ട് -12 മൈക്രോകൂളംബ്, മറ്റൊരു ചാർജ് തന്നിട്ടുണ്ട് 18 മൈക്രോകൂളംബ്. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ തന്നിട്ടുണ്ട് എത്രയാണ്? 42 സെൻറ്റിമീറ്റർ.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ നൾ പോയിൻ്റ് എവിടെയാണെന്നാണ്. ഓക്കെ, സപ്പോസ് നമ്മൾ രണ്ട് ചാർജസ് എടുക്കുകയാണ്. Q1 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ്, അതേ മാഗ്നിറ്റ്യൂഡുള്ള Q എന്ന് പറയുന്ന മറ്റൊരു പോസിറ്റീവ് ചാർജ്. ഈ രണ്ടും പോസിറ്റീവ് ചാർജിനിടയിലുള്ള നൾ പോയിന്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ്റെ എക്സാക്ട്ലി മിഡ് പോയിന്റിലായിരിക്കും നൾ പോയിന്റ്. ഇനി ഞാൻ -Q എന്ന് പറയുന്ന ഒരു ചാർജ് എടുക്കുന്നു. ഓക്കെ, അതേ മാഗ്നിറ്റ്യൂഡുള്ള -Q എന്ന് പറയുന്ന മറ്റൊരു ചാർജ് എടുത്തു. അപ്പോൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, ഒരേ സൈനുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചാർജിന് ഇടയിൽ നമ്മൾ നൾ പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാലും എക്സാക്ട്ലി അത് എവിടെയായിരിക്കും? മിഡ് പോയിന്റിലായിരിക്കും. ഓക്കെ, ഇനി ഈ ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഡിഫറൻസ് ഉണ്ടെന്നിരിക്കട്ടെ. സപ്പോസ് കണ്ട് ഇത് Q1 ഇത് Q2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് പോയിന്റിൽ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കണം ഏതാണ് സ്മോളസ്റ്റ് ചാർജ് എന്ന് നോക്കണം. സ്മോളസ്റ്റ് മാഗ്നിറ്റ്യൂഡുള്ള ചാർജിന് അടുത്തായിരിക്കും. ഇതിന് രണ്ടിനും ഇടയിലായിരിക്കും. അതുപോലെ തന്നെ സ്മോളസ്റ്റ് മാഗ്നിറ്റ്യൂഡുള്ള ചാർജിന് അടുത്തേക്ക് വരും. സപ്പോസ് Q1 > Q2 ആണെന്നുണ്ടെങ്കിൽ Q1നോട് അടുത്തായിരിക്കും നൾ പോയിന്റ് വരിക. ഓക്കെ, അപ്പോൾ ഒരേ സൈനും ഒരേ മാഗ്നിറ്റ്യൂഡുമാണെന്നുണ്ടെങ്കിൽ മിഡ് പോയിന്റിലായിരിക്കും നൾ പോയിന്റ്. ഇനി ഒരേ സൈനാണ് മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരേ സൈന് മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്മോളസ്റ്റ് മാഗ്നിറ്റ്യൂഡിനടുത്തായിരിക്കും ബിറ്റ്വീൻ. ഇനി സൈൻ ഒരേ സൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ സൈനുമാണെങ്കിൽ എക്സാക്ട്ലി മിഡ് പോയിന്റിലായിരിക്കും. ഒരേ സൈനാണ് ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് മാഗ്നിറ്റ്യൂഡിന് അടുത്തായിരിക്കും നൾ പോയിന്റ് വരിക. ഇനി ചാർജിൻ്റെ സൈൻ ഡിഫറൻ്റ് ആണെന്നിരിക്കട്ടെ. ഒന്ന് നെഗറ്റീവ്, അടുത്തത് പോസിറ്റീവ്. അപ്പോൾ സൈൻ ഡിഫറൻ്റ് ആണ്. മാഗ്നിറ്റ്യൂഡും ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നൾ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് ഇടയിൽ വരത്തില്ല. ഇതിന് ഇൻ ബിറ്റ്വീൻ വരത്തില്ല. ഈ ചാർജിന് ലെഫ്റ്റ് സൈഡിലോ ഇതിന് റൈറ്റ് സൈഡിലോ ആയിരിക്കും വരിക, ഔട്ട് സൈഡിലായിരിക്കും. ഓക്കെ, ഇനി നോക്കണം എവിടെയായിരിക്കും അത് വരിക. ഇതിൽ തന്നെ നിങ്ങൾ നോക്കണം സ്മോളസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഏതാണെന്ന് നോക്കണം. ഇപ്പോൾ സപ്പോസ് Q1 എന്ന് പറയുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് > Q2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ Q1നോട് അടുത്തായിരിക്കും. ഓക്കെ, അപ്പം ഒരേ സൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരേ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ മിഡ് പോയിന്റിൽ വരും. ഒരേ സൈൻ ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ സ്മോളസ്റ്റ് മാഗ്നിറ്റ്യൂഡിനടുത്തായിരിക്കും നൾ പോയിന്റ് വരിക, ഇടയിൽ തന്നെയായിരിക്കും. ഇനി ഓപ്പോസിറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും വരിക എവിടെയായിരിക്കും? ഇതിന് ഇടയിലായിരിക്കത്തില്ല. ഇതിന് ലെഫ്റ്റ് സൈഡിലോ ഇതിന് റൈറ്റ് സൈഡിലോ വരും. അത് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്ന് തീരുമാനിക്കുന്നത് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ട് ചാർജിൻ്റെയും സൈൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും നൾ പോയിന്റ് ഇതിനിടയിൽ വരത്തില്ല. ലെഫ്റ്റിലോ റൈറ്റിലോ ആയിരിക്കും വരിക. ഇനി ഇതിനകത്ത് നോക്കണം മാഗ്നിറ്റ്യൂഡ് ഓഫ് 12, മാഗ്നിറ്റ്യൂഡ് ഓഫ് 8. അതിനകത്ത് സ്മോളസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഏതാണ്? 12 ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഇതിന് ലെഫ്റ്റ് സൈഡിലായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ആയിരിക്കും നൾ പോയിന്റ് വരിക. സ്മോളസ്റ്റ് മാഗ്നിറ്റ്യൂഡിനോട് അടുത്ത് വരും, പുറത്ത്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ എക്സ് എന്ന് എടുത്തു. അപ്പോൾ നൾ പോയിൻ്റ് പ്രത്യേകത എന്തായിരിക്കണം? ഇവിടെ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഇത് ഇതിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റുമാണ്, ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മളിവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുമ്പോൾ ഈ മൈനസ് ചാർജ് ഇതിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ഈ പ്ലസ് ചാർജ് ഇതിനെ ഇങ്ങോട്ട് റിപ്പല് ചെയ്യും. അങ്ങനെയെങ്കിൽ ആ രണ്ട് ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റുമാണ്. അപ്പോൾ ഇത് കൊടുക്കുന്ന ഫോഴ്സിനെ ഞാൻ F1 എന്നെടുത്തു, ഇത് ഇങ്ങോട്ട് കൊടുത്ത ഫോഴ്സിനെ ഞാൻ F2 എന്ന് കൊടുത്തു. അപ്പോൾ ഈ F1 = F2 ആയിരിക്കും. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകും നൾ പോയിന്റിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ F1 ഇത് ഇവിടെ കൊടുത്ത ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഈ 12. ദാറ്റ് മീൻസ് 1/4πε0 12 മൈക്രോ 12 × 10⁻⁻⁶ ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ x². ഇത് ഇവിടെ കൊടുത്ത ഫോഴ്സ് 1/4πε0 ഇൻറ്റു 18 × 10⁻⁻⁶ ഡിവൈഡഡ് ബൈ 42 + x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോയി. 10⁻⁻⁶ഉം 10⁻⁻⁶ഉം ക്യാൻസലായി പോയി. ഇത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2. ഇത് 3. അപ്പോൾ നമുക്ക് കിട്ടും 2/x² = 3/42 + x ദ ഹോൾ സ്ക്വയർ.
ഓക്കെ, ഞാൻ രണ്ട് സൈഡിലും അങ്ങ് റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ √2 ബൈ എക്സ് ഇസ് ഈക്വൽ ടു √3 ബൈ 42 പ്ലസ് എക്സ്. ഓക്കെ, ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 42 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു √3 ബൈ √2. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, √3 ബൈ √3 ബൈ √2. അപ്പോൾ ഇത് 1.73 ഡിവൈഡഡ് ബൈ 1.41. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിയർലി ഈക്വൽ ടു 1.22 സംതിങ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളിനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുമ്പോൾ 42 പ്ലസ് എക്സ് ഈക്വൽ ടു 1.22 എക്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇതങ്ങ് അപ്പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 0.22 എക്സ് ഈക്വൽ ടു 42 എക്സ് ഈക്വൽ ടു 42 ബൈ 0.22. ഓക്കെ, വിച്ച് ഈസ് നിയർലി ഈക്വൽ ടു 187 എന്ന് കിട്ടും. 187 സെൻറ്റിമീറ്റർ. റൗണ്ടഡ് ഫിഗറിലാണ് ആൻസർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. A particle of mass m carrying a charge minus q1 start moving around a fixed charge q2 along a circular path of radius r. The period of revolution is. Okay, അപ്പോൾ നോക്കിയേ, ഒരു -q ചാർജ് പ്ലസ് q2 എന്ന് പറയുന്ന ഒരു ചാർജ് അതിന് ചുറ്റും r റേഡിയസ് ഉള്ള ഒരു പാത്തിൽ കൂടി ആര് സർക്കുലാർ പാത്തിൽ കറങ്ങുന്നു? -q1. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം പീരീഡാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് സർക്കുലർ പാത്തിൽ കറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം അല്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഈക്വൽ ടു, അത് ആരായിരിക്കും കൊടുത്തത്? ഇവർ തമ്മിലുള്ള കൂളം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് 1/4πε0 q1 q2 ബൈ r². ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു ആറും ഇവിടുത്തെ ഒരു ആറും ക്യാൻസലായി പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി v ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? q1 q2 ബൈ 4πε0. ഓക്കെ, 4πε0 r ഇൻറ്റു എം ഇപ്പുറത്തേക്ക് വന്നു. ഓക്കെ, അതിൻ്റെ റൂട്ട്. ഓക്കെ, അപ്പോൾ ഇത് കറങ്ങുന്ന വെലോസിറ്റി കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം പീരീഡ് ആണ്. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്നും അതേ പൊസിഷനിൽ എത്താൻ എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാപിറ്റൽ ടി ആണെന്ന് എടുക്കുന്നു. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അത് എത്രയാ? 2πr ആണ് ഡിവൈഡഡ് ബൈ ഇത് ട്രാവൽ ചെയ്ത സ്പീഡ് v. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെയർഫോർ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2πr. ഓക്കെ, 2πr ഡിവൈഡഡ് ബൈ ഓക്കെ വെലോസിറ്റിയുടെ വാല്യൂ q1 q2 ബൈ 4πε0 rm the whole raised to 1/2. That is equal to 2πr into 4πε0 rm divided by q1 q2 the whole raised to 1/2. ഓക്കെ, ഇനി ഞാൻ ആ 2πrനെ ആ റൂട്ടിന് അകത്തേക്ക് കയറ്റുകയാണ്. അപ്പോൾ റൂട്ടിനകത്തേക്ക് കയറ്റുമ്പോൾ 2πr the whole square into 4πε0 rm divided by q1 q2 the whole raised to 1/2. That is equal to 4π² r² into 4πε0 rm by q1 q2 the whole raised to 1/2. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ ഒരു 16π³ r³ into ε0 m divided by q1 q2 the whole raised to 1/2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഓക്കെ, 16π³ ε0 m r³ by q1 q2. ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. എ ചാർജ് q ഈസ് പ്ലേസ്ഡ് അറ്റ് ഈച്ച് ഓഫ് 2 ഓപ്പോസിറ്റ് കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ. ഓക്കെ, ഒരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് ഞാൻ a ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിൻ്റെ 2 ഓപ്പോസിറ്റ് കോർണേഴ്സിൽ നമ്മൾ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജ് കൊണ്ടുവന്ന് വെച്ചു.
ഓക്കെ. റിമൈനിങ് കോർണേഴ്സിൽ നമ്മൾ സ്മോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ. ഇനി തന്നിരിക്കുന്നത് എന്താണ്? ഇഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ ക്യൂ ഈസ് 0. ഓക്കെ. ഈ ക്യൂ എന്ന് പറയുന്ന ചാർജിലേക്ക് ആക്ട് ചെയ്യുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ദെൻ ക്യാപിറ്റൽ ക്യൂവിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അപ്പം ഈ ഒരു ക്യാപിറ്റൽ ക്യൂവിലേക്ക് ആക്ട് ചെയ്യുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഈ ക്യൂ ഇതിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഈ സ്മോൾ ക്യൂ ഇതിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഇതിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഇതിൻ്റെ എല്ലാം കൂടെ റിസൾട്ടൻറ്റ് 0 ആകണം. ഓക്കെ. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ ക്യൂ ഇതിലേക്കൊരു ഫോഴ്സ് കൊടുക്കുന്നു, അത് അങ്ങോട്ടാണെന്നിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ അതിനെ ഞാൻ എഫ് എന്നെടുക്കുക. ഓക്കെ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് എ സ്ക്വയർ. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യൂവിലേക്ക് ഇത് കൊടുക്കുന്ന ഫോഴ്സും ഇങ്ങോട്ടായിരിക്കും. ഓക്കെ. അതെത്രയായിരിക്കും? കെ ഇൻറ്റു അതും ക്യൂ ബൈ എ സ്ക്വയർ. അപ്പോൾ അതും സെയിം മാഗ്നിറ്റ്യൂഡാണ്. അപ്പം ഈ രണ്ട് ഫോഴ്സസ് ഇതിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് സെയിം മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ അതിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഓക്കെ ഇവർ രണ്ടുപേരും കൊടുക്കുന്ന നെറ്റ് ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുത്താൽ മതി. ഓക്കെ. അത് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ. അപ്പം അങ്ങോട്ട് എഫ് ഇങ്ങോട്ട് എഫ്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് എത്രയായിരിക്കും? ഇവർക്കിടയിലുള്ള ആംഗിൾ 90 ആയതുകൊണ്ട് √2f ആയിരിക്കും. √2f. ഓക്കെ. ഇനി അപ്പം ഈ രണ്ട് ചാർജസ് കൊടുക്കുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ ഫോഴ്സിനെ ഈ ചാർജ് മൂലമുള്ള ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് കളയണം. ഓക്കെ. അപ്പോൾ ഈ ക്യാപിറ്റൽ ക്യൂ ഇതിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ. ആ ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ ഡയഗണലാണ്. ഓക്കെ. അത് √2a ആണ്. അപ്പോൾ √2a ദ ഹോൾ സ്ക്വയർ. അപ്പം ഈ ഫോഴ്സും എന്തായിരിക്കണം? ക്യാൻസൽ ചെയ്ത് പോകണം. ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2f ഇസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ √2a സ്ക്വയർ. അപ്പോൾ 2a സ്ക്വയർ. ദാറ്റ് ഈസ് √2 ഇൻറ്റു എഫിൻ്റെ വാല്യൂ എത്രയാ? കെ ഇൻറ്റു ക്യൂ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ 2a സ്ക്വയർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ കെയും ക്യാൻസലായിപ്പോയി, ഇവിടുത്തെ ഒരു ക്യൂവും ക്യാൻസലായിപ്പോയി, എ സ്ക്വയറും ക്യാൻസലായിപ്പോയി. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ ക്യൂ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ക്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യാപിറ്റൽ ക്യൂ ഇസ് ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് വരും. അപ്പോൾ 2√2 ഇൻറ്റു ക്യൂ. അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നോക്കി ഈ രണ്ട് ചാർജസ് നമ്മളിപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചാർജ് ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുത്തത്. അപ്പോൾ ഈ ചാർജ് അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിരിക്കും. ഓക്കെ. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഇവിടെ ഫോഴ്സ് എടുക്കുന്ന സമയത്ത് ഓക്കെ ഇത് നമുക്ക് മൈനസ് ആയിട്ട് എടുക്കാം. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വരും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണെന്നുണ്ടെങ്കിൽ സൈനും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2√2 ഇൻറ്റു സ്മോൾ ക്യൂ മൈനസ് ആയിരിക്കും. ഓക്കെ. ദെയർഫോർ ആൻസർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ. അതിൻ്റെ ഡിറക്ഷൻ കൂടെ ചേർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് മൈനസ് ആയിരിക്കും. ഓക്കെ. യെസ്. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 13 ആൻസർ ഓപ്ഷൻ എ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14. RP is the equivalent resistance of n resistors of each R when they are connected in parallel and RS when they are connected in series, then ratio of RS and RP. Okay. ഒരേപോലെയുള്ള n റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് RS is equal to n into R ആയിരിക്കും. ഒരേപോലെയുള്ള n റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് RP is equal to ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ബൈ n ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ RS ബൈ RP നമ്മൾ ചെയ്യുമ്പോൾ NR ഡിവൈഡഡ് ബൈ R ബൈ N അന്നങ്ങ് മുകളിൽ പോകും. 6 പോയി n സ്ക്വയർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2
വയേഴ്സ് ഓഫ് സെയിം ഡയമെൻഷൻ ബട്ട് റെസിസ്റ്റിവിറ്റി. അപ്പോൾ നോക്കിയേ, ഒരു വയർ ഞാൻ എടുത്തു, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, അതിൻ്റെ ലെങ്ത് എൽ ആണ്, പക്ഷേ അതിൻ്റെ റെസിസ്റ്റിവിറ്റി റോ 1 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് R1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? റോ 1 L ബൈ എ. റോ 1 L ബൈ എ. ഞാൻ മറ്റൊരു വയർ എടുത്തു, അതിൻ്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ തന്നെയാണ്, ലെങ്ത് എൽ തന്നെയാണ്, പക്ഷേ റെസിസ്റ്റിവിറ്റി റോ 2 ആണ്. അപ്പോൾ R2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? റോ 2 L ബൈ എ. നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തു? അങ്ങ് ജോയിൻ ചെയ്തു. ഈ വയർ രണ്ടും കൂടി അങ്ങ് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോഴും എ ക്രോസ് സെക്ഷൻ സെയിം ആണ്. ഓക്കെ, പക്ഷേ ലെങ്ത് എത്രയായിട്ട് മാറി? 2L ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി ഞാൻ റോ എസ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ന്യൂ റെസിസ്റ്റൻസ് RS സീക്വൽ ടു സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? R1 പ്ലസ് R2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ RS സീക്വൽ ടു എന്തായിരിക്കും? RS സീക്വൽ ടു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് റോ എസ് ഇൻറ്റു ഇതിൻ്റെ ന്യൂ ലെങ്ത്. ഓക്കെ, 2L ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ സീക്വൽ ടു R1 എന്താണ്? റോ 1 L ബൈ എ പ്ലസ് R2 റോ 2 L ബൈ എ. എല്ലായിടത്തുമുള്ള L ബൈ എ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 2 റോ എസ് ഈക്വൽ ടു റോ 1 പ്ലസ് റോ 2. ദെയർഫോർ റോ എസ് ഈക്വൽ ടു റോ 1 പ്ലസ് റോ 2 ബൈ 2. ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16 തന്നിരിക്കുന്ന ഡയമെൻഷണൽ ഫോർമുല ഓഫ് കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ വി നോ ദാറ്റ് കണ്ടക്ടിവിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു 1 ബൈ റോ. ഓക്കെ, അപ്പോൾ ഈ റോയുടെ ഡയമെൻഷൻ ഫോർമുല അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ നമുക്കറിയാം റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു റോ L ബൈ എ ആണ്. ദെയർഫോർ റോ ഇസ് ഈക്വൽ ടു ഓക്കെ, റോ ഇസ് ഈക്വൽ ടു RA ബൈ L. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറിൻ്റെത് അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പകരം ആറിന് പകരം V ബൈ I കൊടുക്കാം. അപ്പം V ബൈ I A ബൈ L. ഓക്കെ, ദറ്റ് ഈസ് റോ ഇസ് ഈക്വൽ ടു വീണ്ടും വിയുടേത് അറിയാമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ V ഇസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ബൈ ചാർജ് ആണ്. ഓക്കെ, അപ്പം വർക്ക് ബൈ ചാർജ് വിക്ക് പകരം ദെൻ IL A. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു സിഗ്മയുടെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ 1 ബൈ റോ ഇതിൻ്റെ റെസിപ്രോക്കൽ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ QIL ബൈ WAയുടെ ഡയമെൻഷൻ ദറ്റ് ഈസ് ഈക്വൽ ടു ചാർജിൻ്റെത് Q. ഓക്കെ, ക്യൂവിൻ്റെത് AT അല്ലെങ്കിൽ IT ആണ്. അപ്പോൾ ഞാനിവിടെ AT കൊടുക്കുകയാണ്. അപ്പോൾ AT ഇൻറ്റു കറണ്ടിൻ്റെത് A അല്ലെങ്കിൽ I, അപ്പോൾ ഞാൻ A കൊടുക്കുകയാണ്, ഇൻറ്റു ലെങ്തിൻ്റെത് L. ഓക്കെ, ഡിവൈഡഡ് ബൈ വർക്കിൻ്റെത് ML സ്ക്വയർ T⁻⁻² ഇൻറ്റു ഏരിയയുടേത് L സ്ക്വയർ. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ എടുക്കുമ്പോൾ M അങ്ങ് മുകളിൽ പോകും. അപ്പോൾ M⁻⁻1 M അങ്ങ് മുകളിൽ പോയി. ഓക്കെ, ഇവിടെ ഒരു L ഓക്കെ സ്ക്വയർ L സ്ക്വയർ, അപ്പോൾ L⁻⁴. അപ്പോൾ ഇവിടെ ഒരു L ഉണ്ട്, അത് ക്യാൻസലായി പോയിട്ട് നമുക്ക് കിട്ടുന്നത് L⁻³ ആണ്. അപ്പോൾ അത് മുകളിൽ വരുമ്പോൾ L⁻⁻3. ഇനി നമ്മൾ നോക്കണം T. ഓക്കെ, അപ്പോൾ ഈ T അങ്ങ് മുകളിൽ വരുമ്പോൾ ഓക്കെ ഈ T അങ്ങ് മുകളിൽ വരുമ്പോൾ T⁻²² ആകും. ഓക്കെ, അപ്പോൾ T³. ഓക്കെ, പിന്നെ ഒരു A ഉണ്ട്, ഇവിടെ ഒരു A ഉണ്ട്, A സ്ക്വയർ. ഓക്കെ, അപ്പോൾ M⁻⁻1 L⁻⁻3 T³ A സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. ദിസ് ഈസ് ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 16. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17 ഇവിടെ തന്നിരിക്കുന്നത് എ കോയിൽ ഓഫ് വയർ ഹാസ് റെസിസ്റ്റൻസ് ഓഫ് 25 ohm അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 25. ഓക്കെ, അതുപോലെ റെസിസ്റ്റൻസ് അറ്റ് 35 ഡിഗ്രി തന്നിട്ടുണ്ട് 25.17. അങ്ങനെയൊക്കെ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഡെൽറ്റ തീറ്റ. ഓക്കെ, ഇവിടെ നമുക്ക് R35 മൈനസ്
20 ഡിവൈഡഡ് ബൈ R20 ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഓക്കെ, R35 എന്ന് പറയുന്നത് 25.17 മൈനസ് R20 എന്ന് പറയുന്നത് 25 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 35. ഓക്കെ, 35 മൈനസ് 25, 35 മൈനസ് 25. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 17 ആൻസർ ഓപ്ഷൻ ഡി കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 17. ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 വരാം. നമ്മോട് ചോദിച്ചിരിക്കുന്നത് എക്സാമ്പിൾ ഓഫ് നോൺ ഓമിക് റെസിസ്റ്റൻസ്. നോൺ ഓമിക് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, ഡയോഡ്. കാരണം ഡയോഡ് ഓംസ് ലോ പെർഫെക്റ്റ് ആയിട്ട് ഒബേ ചെയ്യാത്തൊരു ഡിവൈസാണ്. ഡയോഡ് ഒരു സെമി കണ്ടക്ടിങ് ഡിവൈസാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ഈ ബിക്കും സിക്കും ഇടയിലുള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ഇതാ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇവിടെ ഒരു 1 ohm. ഓക്കെ, ഇതാ ഇത് 1 ohm. ഓക്കെ, ഇതിനെ നമ്മളങ്ങ് താഴോട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ohm, വീണ്ടും 1 ohm. ഓക്കെ, ഇതാ ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റ്. ബിക്കും സിക്കും ഇടയിൽ 1 ohm. ഓക്കെ, അപ്പോൾ ഇവിടെ 1 2 3 4 5 6 എണ്ണം ഉണ്ട്. 1 2 3 4 5. ഓക്കെ, അപ്പോൾ ദാ ഇങ്ങനെ വരും 1 ohm. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ബി സി ഇവിടെ കൂടെ വരുന്ന റെസിസ്റ്ററാണിത്. ഓക്കെ, ബാക്കിയുള്ളതിനെ നമ്മൾ താഴോട്ട് അങ്ങ് പിടിച്ചു. അപ്പോൾ ഇത് മുകൾ ഭാഗം നോക്കി ഇതൊരു ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജ് പോലെയാണ്. ഓക്കെ, ഇത് 1 ഇത് 1. ഓക്കെ, മുകളിലുള്ള റേഷ്യോയും താഴെയുള്ള റേഷ്യോയും സെയിം ആണ്. അപ്പം ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പം ഈ റെസിസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ എങ്ങനെ കിട്ടും? ഇത് രണ്ടും കൂടെ സീരീസ് ആണ്. അപ്പോൾ 1 ഉം 1 ഉം കൂടെ സീരീസ് ആകുമ്പോൾ അത് 2 ohm. ഇവിടെ ഈ 1 ഉം 1 ഉം സീരീസ് ആണ്. അപ്പോൾ അത് 2 ohm. ഓക്കെ, ദെൻ 1 ohm. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 3 റെസിസ്റ്റേഴ്സ് ഇപ്പോൾ എങ്ങനെയാണ്? പാരലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമുക്ക് ഈ 2 ഉം 2 ഉം പാരലാണ്. 2 ഉം 2 ഉം പാരലാകുമ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു സിംഗിൾ റെസിസ്റ്ററായിട്ട് മാറും. 2 ഉം 2 ഉം പാരലാണെങ്കിൽ 1 ohm. അതിന് പാരലായിട്ട് ഈ 1 ohm. ഇപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 1 ohm ഉം 1 ohm ഉം പാരലാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന് ഒന്നായിട്ട് മാറും. അപ്പോൾ 0.5 ohm. Okay, therefore answer option D. Option D is the right answer for this question, question number 90. Okay. ഇനി നമുക്ക് നോക്കാം question number 20. തന്നിരിക്കുന്നത് ഒരു ബൾബ്. ഓക്കെ, ഈ ബൾബിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട് 30 വോൾട്ട്. അതിൻ്റെ പവർ തന്നിട്ടുണ്ട്. ഓക്കെ, 90 വാട്ട്സ്. ഓക്കെ, ഇതിനെ നമ്മൾ ഒരു 120 വോൾട്ട് സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് സീരീസ് ആയിട്ട് നമ്മളൊരു റെസിസ്റ്റർ കൊണ്ടുപോയി കണക്ട് ചെയ്യണം. ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ബൾബിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് കണ്ടുപിടിക്കണം. ആ കറണ്ട് ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കറണ്ട് ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് വരണം എന്നുണ്ടെങ്കിൽ വേണ്ട റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബൾബിൻ്റെ കേസിൽ അതിൻ്റെ പവർ തന്നിട്ടുണ്ട്. അപ്പോൾ P is equal to V know that V²/R. ഓക്കെ, R എന്ന് പറയുന്നത് ബൾബിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ RB ഞാൻ എടുക്കുക. അപ്പോൾ RB is equal to നമുക്ക് എങ്ങനെ എടുക്കാം? റെസിസ്റ്റൻസ് ഓഫ് ബൾബ് RB is equal to V²/P. ഓക്കെ, V എത്രയാണ്? 30 അല്ലേ? 30യുടെ സ്ക്വയർ. ഓക്കെ, 900 ഡിവൈഡഡ് ബൈ P 90. അപ്പോൾ RB is equal to 10 ohm എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് RB is equal to 10 ohm. അപ്പോൾ 10 ohm ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി പോകേണ്ട അതിന് വേണ്ട കറണ്ട് എത്രയായിരിക്കും? വി നോ ദാറ്റ് P is equal to I²RB. therefore I is equal to P by RB യുടെ റൂട്ട്. ഓക്കെ, അപ്പോൾ P എത്രയാ? ദാറ്റ് ഈസ് റൂട്ട് P 90. ഓക്കെ, 90 by RB 10. ഓക്കെ, അപ്പോൾ √9 ദാറ്റ് ഈസ് 3 ആംപെയർ. അപ്പോൾ ഈ ബൾബ്
പ്രോപ്പറായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കൂടി പോകേണ്ട കറണ്ട് 3 ആംപിയർ ആണ്. അപ്പോൾ ഈ ബൾബിൽ കൂടി 3 ആംപിയർ കറണ്ട് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ടാണ് 3 ആംപിയർ. ഓക്കെ, ഇനി നമ്മൾ നോക്കാം ഈ 3 ആംപിയർ കറണ്ട് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ വേണ്ട മൊത്തം റെസിസ്റ്റൻസ് എത്രയായിരിക്കണം. ഓക്കെ, അപ്പോൾ വി നോ ദാറ്റ് അക്കോർഡിംഗ് ടു ഓംസ് ലോ വി നോ ദാറ്റ് വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ഇക്വലൻറ്റ്. ദറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇവിടുത്തെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റെസിസ്റ്റൻസും ഈ ബൾബും കൂടെ സീരീസാണ്. അപ്പോൾ ആർ ബി പ്ലസ് ആർ ആയിരിക്കും. ഓക്കെ, ദെയർഫോർ ആർ ബി പ്ലസ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. ദെയർഫോർ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ മൈനസ് ആർ ബി. ഓക്കെ, വി എത്രയാണ് 120 ഡിവൈഡഡ് ബൈ ഐ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു 3 മൈനസ് ആർ ബി എത്രയാണെന്ന് കണ്ടുപിടിച്ചു 10. ഓക്കെ, അപ്പോൾ 40 മൈനസ് 10. ഓക്കെ, ദറ്റ് ഈസ് 30 ഓം എന്ന് കിട്ടും. ദെയർഫോർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, 30 ഓം ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കാം. എ കണ്ടക്ടിങ് വയർ ഈസ് സ്ട്രെച്ച്ഡ് ബൈ 2%. then what is the percentage change in resistance? Okay, ഒരു വയർ അതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ സ്ട്രെച്ച് ചെയ്തപ്പോൾ അതിന് ഇൻക്രീസിങ് ലെങ്ത് തന്നിട്ടുണ്ട് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100. പെർസെൻറ്റേജ് ഇൻക്രീസിങ് ലെങ്ത് തന്നിട്ടുണ്ട് 2%. ഒരു വയറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻക്രീസിങ് ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ പെർസെൻറ്റേജ് ഇൻക്രീസിങ് ലെങ്ത് ഓക്കെ 5%-നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇഫ് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 ഈസ് ലെസ് ദാൻ 5% ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അവിടുത്തെ റെസിസ്റ്റൻസിനുണ്ടാകുന്ന ചേഞ്ച് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ഈക്വൽ ടു 2 ടൈംസ് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 ആയിരിക്കും. ഓക്കെ, ദറ്റ് ഈസ് 2 ഇൻറ്റു ഓക്കെ എത്ര പെർസെൻറ്റേജ് ആണ് തന്നിട്ടുണ്ട് 2%, ദറ്റ് ഈസ് 4%. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ എവിടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഒരു വയറിനെ സ്ട്രെച്ച് ചെയ്യുന്നു അപ്പോൾ അതിന് ലെങ്തിന് ഇൻക്രീസ് ഉണ്ടാകും. അപ്പോൾ ഇൻക്രീസിങ് ലെങ്തിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസിങ് ലെങ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ 5% ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ആ ലെങ്തിനുണ്ടായ പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ടോയ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ദെയർഫോർ ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22 നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പം വി നമുക്ക് 2 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 30 ഓം, ഇവിടെ ഒരു 30 ഓം അത് രണ്ടും കൂടെ സീരീസ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറും 60 ഓം ആയിട്ട് മാറും. ഈ 30 ഓമും ഈ 60 ഓമും എങ്ങനെയാണ് സി പാരലാണ്. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ എത്രയായിരിക്കും 60 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 30. ഓക്കെ, അപ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 90. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 20. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് വി ബൈ ആർ ഇക്വലൻ്റ് ആയിരിക്കും. വി നമുക്ക് തന്നിട്ടുണ്ട് 2 ഡിവൈഡഡ് ബൈ ഇക്വൽ റെസിസ്റ്റൻസ് 20, ദറ്റ് ഈസ് 1/10 ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഐ വി ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഒരു മെറ്റീരിയലിൻ്റെ ഓക്കെ ഗിവൺ കണ്ടക്ടേഴ്സ് അറ്റ് 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. ഒരു കണ്ടക്ടറിൻ്റെ 2 ടെമ്പറേച്ചറുള്ള ഐ വി ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വിച്ച് ടെമ്പറേച്ചർ ഈസ് ഹയസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഐ വി ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിൻ്റെ സ്ലോപ്പിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് കുറവുള്ളതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. ഓക്കെ, അപ്പം ഐ വി ഗ്രാഫ് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈസ് റെസിപ്രോക്കൽ ഓഫ് ഗ്രാഫിൻ്റെ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കുറവുള്ളതിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കൂടുതലുള്ളതിന് ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക, ഇതിനകത്ത് സ്ലോപ്പ് കുറവുള്ളത് ആർക്കാണ് T2-നാണ്.
ഓക്കെ. അപ്പോൾ സ്ലോപ്പ് കുറവുള്ളതിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ R1 എന്നെടുത്തു, ഇതിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ R2 എന്നെടുത്തു. ഓക്കെ. അപ്പോൾ സ്ലോപ്പ് കുറവുള്ളത് T2-നാണ്. അപ്പോൾ അതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. അപ്പോൾ R2 ഈസ് ഗ്രേറ്റർ ദാൻ R1 ആയിരിക്കും. സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുതലുള്ളതിനായിരിക്കും കൂടുതൽ. ദെയർഫോർ T2 ഈസ് ഗ്രേറ്റർ ദാൻ T1. അപ്പോൾ ആർക്കായിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ? T2-നായിരിക്കും. ദെയർഫോർ ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പീസ് ഓഫ് വയർ ഈസ് കട്ട് ഇൻ ടു 4 ഈക്വൽ പാർട്സ്. ഓക്കെ. നോക്കിയേ, ഒരു വയർ, ഈ വയറിൻ്റെ ലെങ്ത് L ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് R ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഈക്വലായിട്ടുള്ള 4 പോർഷനായിട്ട് കട്ട് ചെയ്തു. ഈക്വലായിട്ടുള്ള 4 പോർഷനായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒരു വ്യത്യാസമില്ല. ഓക്കെ. നമ്മൾ ലെങ്ത് എത്രയാക്കി മാറ്റി? 1/4 ആക്കി മാറ്റി അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഓരോ പോർഷൻ്റെയും റെസിസ്റ്റൻസ് അപ്പോൾ നമുക്ക് പറയാൻ സ്വാഭാവികമായിട്ടും എത്രയായിട്ട് മാറിയിട്ടുണ്ടാകും? R/4. ഓരോ പോർഷൻ്റെയും റെസിസ്റ്റൻസ് R/4 ആയിട്ട് മാറിയിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിനെ 4നെയും കൂടെ നമ്മൾ എന്ത് ചെയ്തു? പാരലായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന്. അപ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് വെൻ ഒരേ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസിനെ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ. അപ്പോൾ R/16. ഓക്കെ. Therefore, answer option D. Option D is the right answer for question number 24. Okay. Next question. Masses of 3 wires, okay, of copper in the ratio. M1 is to M2 is to M3 നമുക്ക് തന്നിട്ടുണ്ട് 1:3:5. അതിൻ്റെ ലെങ്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് L1 is to L2 is to L3 is equal to 5:3:1. അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് ദെയർ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഓക്കെ. അപ്പോൾ വി നോ ദാറ്റ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് R is equal to ρL/A ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ മാസും ലെങ്തും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. R is equal to ρ×L ഡിവൈഡഡ് ബൈ A ഇൻറ്റു ഈ ഇക്വേഷന് മുകളിലും താഴെയും ഞാനൊരു L കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ. അപ്പോൾ R is equal to നമുക്ക് എന്ത് കിട്ടും? ρL²/V. A ഇൻറ്റു L V ആണ് വോളിയം. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? ρL² വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് R is equal to ρL²/M ഇൻറ്റു D എന്ന് കിട്ടി. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R1 is to R2 is to R3 നമുക്ക് എങ്ങനെ എടുക്കാം? വിച്ച് ഈസ് ഈക്വൽ ടു L1²/M1 is to L2²/M2 is to L3²/M3. ദറ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ ദറ്റ് ഈസ് ഈക്വൽ ടു 25/1 is to then 9/3 is to then 1/5. Okay. That is equal to, okay, 25:3:5. Okay. Sorry, 1/5. That is equal to 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 125 is to 15 is to 1. Okay. Therefore, answer option D. Option D is the right answer for this question, question number 25. Okay. In iron and silicon are heated from 30 degrees Celsius to 50 degrees Celsius, then correct statement is. Okay. നമുക്ക് തന്നിരിക്കുന്നത് അയൺ, അതുപോലെ തന്നെ സിലിക്കൺ. ഓക്കെ. അയൺ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്, കണ്ടക്ടർ. സിലിക്കൺ എന്ന് പറയുന്നത് സെമി കണ്ടക്ടറാണ്. ഓക്കെ. ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതിൻ്റെ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി രണ്ടും കൂടും കണ്ടക്ടറിൻ്റെ കേസിൽ. അതേ സമയത്ത് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ
നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിൻ്റെ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി കുറയും. ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഓഫ് അയൺ increases and silicon decreases. Okay, question number 26 answer option D ആണ്. Option D is the right answer for question number 26. Okay. ഇനി നമുക്ക് question number 27ലേക്ക് പോകാം. Question number 27. Question number 27 എന്താ തന്നിരിക്കുന്നത്? A moving coil galvanometer have a resistance 900 ohm. Okay, അപ്പോൾ ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഓക്കെ അതിൻ്റെ റെസിസ്റ്റൻസ് അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഈസ് 900 ohm. ഇൻ ഓർഡർ ടു സെൻഡ് ഓൺലി 10% ഓഫ് മെയിൻ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ. ഓക്കെ അപ്പോൾ ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഓക്കെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളതിന് പാരലായിട്ടൊരു ഷണ്ട് റെസിസ്റ്റർ കൊണ്ടേ കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ അപ്പോൾ ഇതിലേക്ക് വരുന്ന മെയിൻ കറണ്ടിനെ നമ്മൾ ഐ എന്നെടുക്കുന്നു. അപ്പോൾ ഗാൽവനോമീറ്ററിലേക്ക് പോകുന്ന കറണ്ട് IG, ദെൻ ഷണ്ട് റെസിസ്റ്ററിലേക്ക് പോകുന്ന കറണ്ട് ഞാൻ I-IG എന്നെടുക്കുകയാണ്. അപ്പോൾ IG ഇങ്ങോട്ട് പോയാൽ അങ്ങോട്ട് I-IG ആയിരിക്കും. ഓക്കെ ഓക്കെ അതാണ് ഷണ്ട് റെസിസ്റ്റർ കൂടി പോകുന്ന കറണ്ട് IS എന്ന് പറയുന്നത്. ഓക്കെ ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെയിൻ കറണ്ടിൻ്റെ 10% ഈ ഗാൽവനോമീറ്ററിലേക്ക് പോകുന്നു. ഓക്കെ അപ്പോൾ IG ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0.1I ആയിരിക്കും. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷണ്ട് റെസിസ്റ്ററിലേക്ക് പോകുന്ന കറണ്ട് എന്തായിരിക്കും? 0.9I ആയിരിക്കും. ബാക്കി 0.9 അങ്ങോട്ട് പോകും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ആ ഷണ്ട് റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് നമുക്കിങ്ങനെ എടുക്കാം. IG ഇൻറ്റു RG ഈക്വൽ ടു ഷണ്ട് റെസിസ്റ്ററിൽ പോകുന്ന കറണ്ട് ഇൻറ്റു ഷണ്ട് റെസിസ്റ്റൻസ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു IG RG ബൈ IS. ഓക്കെ IG എത്രയാണ്? 0.1I ഇൻറ്റു RG 900 ഡിവൈഡഡ് ബൈ ഓക്കെ IS എന്ന് പറഞ്ഞാൽ 0.9I ആണ്. ഓക്കെ ഐയും പോയി ബാക്കി 900/9 which is equal to 100 ohm. Okay, therefore answer option B is the right answer for question number 27. Okay, ഇനി നമുക്ക് നോക്കാം question number 28. A uniform magnetic field of 3000 Gauss is established in a given figure. The rectangular loop of side 10 cm and 5 cm carries a current of 12 ampere. The torque in the loop in cases. Okay, അപ്പോൾ ഇവിടെ ഫിഗർ തന്നിട്ടില്ല. ഓക്കെ അപ്പോൾ ആ ഫിഗർ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫിഗർ ഇതാണ്, രണ്ട് ഫിഗർ ഇതാണ്. ഓക്കെ ഫസ്റ്റ് ഫിഗറിൽ ഇത് ഇസഡ് ആക്സിസ്, ഓക്കെ ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഓക്കെ ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം തന്നിരിക്കുന്ന ഡയമെൻഷനിൽ ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം ഇതാണ്ട് നമ്മുടെ XY പ്ലെയിനിൽ ഇതാ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ അപ്പോൾ ഇതിൽ കൂടി ഇതാ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ഫ്രെയിം XY പ്ലെയിനിൽ വെച്ചിരിക്കുന്നു. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് Z ആക്സിസിൻ്റെ ഡിറക്ഷനിലാണ്. ഓക്കെ അതേപോലെ രണ്ടാമത്തെ ഫിഗറിൽ നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ റെക്റ്റാങ്കുലർ ഫ്രെയിം. ഓക്കെ ഇത് നമ്മുടെ Z ആക്സിസ്, Y ആക്സിസ്, X ആക്സിസ്. നമ്മുടെ റെക്റ്റാങ്കുലർ ഫ്രെയിം രണ്ടാമത്തെ ഫിഗറിൽ ഇങ്ങനെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്? YZ പ്ലെയിനിലാണ് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത് X ആക്സിസിലാണ്. ഓക്കെ അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു കറണ്ട് ക്യാരിയും ഫ്രെയിം നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രെയിമിലേക്ക് ഒരു ഫോഴ്സും ഒരു ടോർക്കും ഒക്കെ ആക്ട് ചെയ്യുന്നു നമ്മൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അപ്പോൾ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു M ക്രോസ് B ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ. M എന്ന് പറയുന്നത് ഇവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇത് ഈ ഫ്രെയിമിൽ കൂടി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ
അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെന്നുണ്ടെങ്കിൽ എമ്മിനെ നമുക്ക് ഐ ഇൻറ്റു എ എന്ന് എടുക്കാം. അപ്പോൾ ഐ എ ബി സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും ആ ഫ്രെയിമിൻ്റെ ഏരിയയുടെ ഡിറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിൽ വരുന്ന ആംഗിളാണ്. അപ്പോൾ ബി നമ്മുടെ ഇസഡ് ആക്സിസിലേക്കാണ് കിടക്കുന്നത്, ഏരിയ എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഏരിയയുടെ ഡിറക്ഷൻ അങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡും ഏരിയയും പാരലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന ആംഗിള് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ 0 അല്ലേ, ഐ എ ബി സൈൻ 0. ഓക്കെ, സൈൻ 0 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും ഈ കേസിൽ ടോർക്ക് എന്തായിരിക്കും, ടോർക്ക് 0 ആയിരിക്കും. സിമിലർലി ഇവിടെ നോക്കിയേ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ആക്സിസിലാണ്, ഇങ്ങോട്ടാണ്. ഓക്കെ, ഈ ഏരിയ ഇരിക്കുന്നത്, സർഫസ് ഇരിക്കുന്നത് എക്സ് ഇസഡ് വൈ പ്ലെയിനിലാണ്. ഓക്കെ, അപ്പോൾ ആണെങ്കിൽ ഇവിടുത്തെ ഏരിയയുടെ ഡിറക്ഷനും ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് പറയാൻ സാധിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷനും ഏരിയയുടെ ഡിറക്ഷനും പാരലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെയും തീറ്റ 0 ആണ്. അപ്പോൾ സൈൻ 0 0 ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഐ എ ബി സൈൻ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് കേസിലും ഇവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 28 ആൻസർ ഓപ്ഷൻ എ. ഇവിടെ കാണിച്ചിട്ടില്ല, ഓപ്ഷൻ എ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 29 നമുക്ക് തന്നിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. Contained with its plane parallel to the plane of the paper. Some current carrying conductors are placed with their length perpendicular to plane of the paper with values and direction of current indicated. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ആണ്. അപ്പോൾ ആംബിയർ സർക്യൂട്ട് തിയറത്തിൽ നമ്മൾ പറയുന്നുണ്ട് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, μ0 ടൈംസ് ഐ ടോട്ടൽ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാനാണ്, ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ അപ്ലൈ ചെയ്യാനാണ്, ഈ ഡിറക്ഷനിൽ അപ്ലൈ ചെയ്യാനാണ്. അപ്പം ഈ ഡിറക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള കറണ്ടുകൾ എടുക്കണം, അങ്ങോട്ടുള്ള കറണ്ടുകൾ പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ അങ്ങോട്ടുള്ള കറണ്ട് ഏതൊക്കെയാണ്, ഈ ക്രോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം അങ്ങോട്ടുള്ള കറണ്ടാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങോട്ടുള്ള കറണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു ടോട്ടൽ കറണ്ട് ഏതൊക്കെയാണ് 2. ഓക്കെ, ദെൻ പ്ലസ് 0.5 പ്ലസ് 3. ഓക്കെ, അപ്പോൾ അങ്ങോട്ടുള്ള എല്ലാ കറണ്ടും നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു. ഈ ഡോട്ട് കാണിച്ചിരിക്കുന്നത് ഇങ്ങോട്ടുള്ള കറണ്ടാണ്. അപ്പം ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ നമ്മൾ ഈ ലോ അപ്ലൈ ചെയ്യുമ്പോൾ പുറത്തേക്കുള്ള കറണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം, ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് അത്, -4 -1 ദറ്റ് ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു 2 + 3 5 -4 -1 -5 അതങ്ങ് ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 0.5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് μ0 ഇൻറ്റു 0.5. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി. അതേസമയം ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാൻ ചോദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ പുറത്തേക്കുള്ള പോസിറ്റീവും അകത്തേക്കുള്ള നെഗറ്റീവും എടുക്കണം. ഓക്കെ, therefore answer option C. Option C is the right answer. Question number 30. A positive charge moves undeflected without change in velocity in a region where uniform electric field E and uniform magnetic field B simultaneously exist. If the direction of motion of charge is y, then which of the following combination is possible? Okay, അപ്പോൾ നമ്മൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കമ്പൈൻഡ് ഫീൽഡിൽ കൂടി അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, എങ്ങനെയായിരിക്കണം, ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത്, ഓക്കെ ഇത് ചാർജ് ക്യൂ, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഡയറക്ഷൻ ഇതാണെന്നിരിക്കട്ടെ. ഓക്കെ, ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പരസ്പരം പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയും പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യും. എങ്ങനെ, ക്യൂ ഇ ചാർജിലേക്ക് ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സ്, ഓക്കെ
ക്യൂ വി ബി അതിലേക്ക് ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ക്യൂവും പോയി. അപ്പം വി ഇസ് ഈക്വൽ ടു ഇ ബൈ. ഓക്കെ, അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് ചാർജും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കുകയും വി ഇസ് ഈക്വൽ ടു ഇ ബൈ ബി എന്ന് വരികയും ചെയ്താൽ, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഇ ബൈ ബി എന്ന് വരികയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്. ചാർജ് മൂവ് ചെയ്യുന്നത് ഏത് ഡിറക്ഷനിലാണ്? ഇഫ് ദ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ചാർജ് ഈസ് വൈ ആക്സിസ്. അപ്പോൾ ഇത് വൈ ആക്സിസ് ആണെന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഇലക്ട്രിക് ഫീൽഡ്, ഓക്കെ, അപ്പോൾ ഇത് വൈ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാനിത് എക്സ് ആക്സിസ് എന്ന് എടുക്കുന്നു, ഇത് ഇസഡ് ആക്സിസ് എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പം ഒന്നുകിൽ ഇലക്ട്രിക് ഫീൽഡ് ഇസഡ് ആക്സിസിൽ, മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ആക്സിസിൽ. ഓക്കെ, അപ്പോൾ വരാൻ സാധ്യതയുള്ള കണ്ടീഷൻ, ഓക്കെ, ഇ അലോങ് ഇസഡ് ആക്സിസ്, ദെൻ ബി അലോങ് എക്സ് ആക്സിസ്. ഓക്കെ, അങ്ങനെ തന്നെ വരണമെന്നില്ല. ഓർ ഇ അലോങ് എക്സ് ആക്സിസ്, ബി അലോങ് ഇസഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ നോക്കി. ഇ അലോങ് ഇസഡ് ആക്സിസ്, ഇ അലോങ് ഇസഡ് ആക്സിസ്, ബി അലോങ് എക്സ് ആക്സിസ്. ഓക്കെ, ഈ ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി ആയിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 30 ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഇത് വരാം അല്ലെങ്കിൽ ഇത് വരാം. ഇത് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇത് എടുക്കുന്നില്ല, ഇതെടുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 30. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 31 നമുക്ക് നോക്കാം. 31 നമ്മോട് ചോദിച്ചിരിക്കുന്നത്, ഇറ്റ് ഈസ് റിക്വയർഡ് ടു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഓഫ് കറണ്ട് റേഞ്ച് 15 മില്ലി ആംപിയർ ആൻഡ് വോൾട്ടേജ് റേഞ്ച് 750 മില്ലി വോൾട്ട് into ammeter of range 25 ampere. Then calculate the value of necessary resistance. Okay, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഗാൽവനോമീറ്ററിന് പാരലായിട്ട് കൊണ്ടുപോയി ഷണ്ട് ചെയ്ത് ഒരു റെസിസ്റ്റർ കൊണ്ടുപോയി കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ പാരലായിട്ട് ഒരെണ്ണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട, അത് തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ പാരലായിട്ട് ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ആൻസർ, ഇത് രണ്ടും ആൻസർ വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കറണ്ട് റേഞ്ച് എത്രയാണ്? 25 ആംപിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കാണിക്കേണ്ട റേഞ്ച് കറണ്ട് I is equal to 25 ആംപിയർ. ഓക്കെ, ഇനി ദ ഗാൽവനോമീറ്റർ ഓഫ് കറണ്ട്, ഓക്കെ, അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ കറണ്ട് IG is equal to എത്രയാണ്? 5 മില്ലി ആംപിയർ. അതുപോലെ ഗാൽവനോമീറ്റർ വോൾട്ടേജ് VG എത്രയാണ്? 750 വോൾട്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷണ്ട് റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിവിടെ ഇതിലേക്കൂടെ അങ്ങോട്ട് പോകുന്ന കറണ്ട് ഞാൻ IS എന്ന് എടുക്കുകയാണ്. അപ്പോൾ IS is equal to എന്തായിരിക്കും? I മൈനസ് IG ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ നമുക്ക് പറയാം, ഓക്കെ, ഗാൽവനോമീറ്റർ കൂടി പോകുന്ന കറണ്ട് IG ആണ് ഇൻറ്റു, ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, V is equal to IR. ഓക്കെ, അപ്പോൾ IG ഇൻറ്റു RG is equal to IS ഇൻറ്റു S. ഓക്കെ, അപ്പോൾ നമുക്ക് S ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ S is equal to എന്തായിരിക്കും? IG by IS ഇൻറ്റു RG. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു IG by IS ഇൻറ്റു, ഓക്കെ, RG എങ്ങനെ കണ്ടുപിടിക്കാം? RG നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ RG is equal to VG by IG. ഓക്കെ, VG by IG. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നമ്മളിവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഈ IG-യും ഈ IG-യും ക്യാൻസലായിപ്പോയി. ബാക്കി VG by IS എന്ന് പറഞ്ഞാൽ I മൈനസ് IG ആണ്. ഓക്കെ, VG നമുക്ക് തന്നിട്ടുണ്ട് 750 അല്ലേ, മില്ലി വോൾട്ട് ആണ്, മില്ലി വോൾട്ട്.
ഓക്കെ. അപ്പോൾ 10⁻³ ഡിവൈഡഡ് ബൈ ഓക്കെ IG ഓക്കെ I മൈനസ് IG അപ്പോൾ 25 മൈനസ് ഓക്കെ 15 മില്ലി ആംപെയർ ഓക്കെ. അപ്പം വിച്ച് ഈസ് നിയർലി ഈക്വൽ ടു നമുക്കിങ്ങനെ പറയാം 750 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഓക്കെ 25 മൈനസ് 15 മില്ലി ആംപെയർ എന്ന് പറഞ്ഞാൽ നിയർലി ഈക്വൽ ടു 25 എന്ന് തന്നെ എടുക്കാം ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഓക്കെ ഈ 25 ഓക്കെ. അപ്പോൾ നമുക്ക് 330 ഇൻറ്റു 10⁻³ that is 0.03. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 31 ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എ പ്രോട്ടോൺ ഈസ് മൂവിങ് അലോങ് നെഗറ്റീവ് ഡിറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഓക്കെ. അപ്പോൾ നോക്കിയേ ഇത് നമ്മുടെ എക്സ് ആക്സിസ്, അപ്പോൾ ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്. ഒരു പ്രോട്ടോൺ ഓക്കെ പോസിറ്റീവ് ചാർജുള്ള ഒരു പ്രോട്ടോൺ നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്റ്റഡ് അലോങ് പോസിറ്റീവ് വൈ ഡിറക്ഷൻ ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? പോസിറ്റീവ് വൈ ഡിറക്ഷൻ ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ദ പ്രോട്ടോൺ വിൽ ഡിഫ്ലക്റ്റഡ് അലോങ് വിച്ച് ഡിറക്ഷൻ ഓക്കെ. അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഡിറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ. ബി എന്ന് പറയുന്നത് വൈ ആക്സിസിലാണ് ഓക്കെ. അപ്പോൾ ഈ ചാർജ് പാർട്ടിക്കിളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F=Q ഇൻറ്റു V ക്രോസ് ബി ആണ്. അപ്പം V ക്രോസ് ബിയുടെ ഡിറക്ഷനിലായിരിക്കും ഈ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ. അപ്പോൾ V ക്രോസ് ബിയുടെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടാണ് വെലോസിറ്റി ഓക്കെ. ബി എന്ന് പറയുന്നത് അങ്ങോട്ട്. അപ്പം V ക്രോസ് ബി നമ്മൾ അങ്ങോട്ടാണ് എടുക്കുക ഓക്കെ. V ക്രോസ് ബി. അപ്പം V ക്രോസ് ബിയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഈ ബോർഡിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് അകത്തേക്ക് ഓക്കെ. അപ്പോൾ ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ആണെങ്കിൽ ഇത് ഇസഡ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഇസഡ് ആക്സിസ് ഇങ്ങോട്ട്, അപ്പോൾ അങ്ങോട്ട് വരുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ഇസഡ് ആക്സിസ്. ദെയർഫോർ ആൻസർ ഓപ്ഷൻ ഡി. Option D is the right answer for this question. Okay. Then question number 33 നമുക്ക് നോക്കാം. 33 തന്നിരിക്കുന്നത് എ വയർ വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി ഓക്കെ. ഇപ്പോൾ ഒരു ബാറ്ററി ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ ഓക്കെ. അപ്പോൾ ഒരു വയർ നമ്മൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്തുനിന്ന് കറണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും വയർ എടുക്കുക അല്ലേ. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഈ വയറിന്ന് പോസിറ്റീവ് നിന്ന് കറണ്ട് ഇങ്ങോട്ട് വരും ഓക്കെ, കറണ്ട് അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഒരേ കറണ്ട് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടക്ടർ അല്ലേ, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ഈ കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ഈ കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിലേക്ക് ആര് ആക്ട് ചെയ്യും? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടക്ടിങ് വയേഴ്സ് പാരലായിട്ട് വെച്ചിട്ടുണ്ട്. കറണ്ട് സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. പാരലായിട്ടുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് സെയിം ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്ത് അട്രാക്റ്റീവ് ആയിരിക്കും ഓക്കെ. ദെൻ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും ഓക്കെ. അപ്പോൾ അങ്ങനെയെങ്കിൽ റിപ്പൾസീവ് ആയിട്ടുള്ള ആൻസർ ഏതൊക്കെയുണ്ടെന്ന് നോക്കുക ഓക്കെ. അപ്പോൾ ഇത് രണ്ടും റിപ്പൾസീവ് ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ നമുക്ക് നോക്കണം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ. അപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് വെൻ കറണ്ട് പാരലൽ എത്രയായിരിക്കും? μ0/4π ഇൻറ്റു 2I1 I2 ബൈ ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ ഡി ആണെന്നുണ്ടെങ്കിൽ ഡി ആയിരിക്കും ഓക്കെ. അപ്പോൾ ഈ വാല്യൂ നമ്മൾ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ μ0/4π എന്ന് പറഞ്ഞാൽ 10⁻⁷ ആണ് ഇൻറ്റു 2 ഇൻറ്റു ഓക്കെ. ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നിട്ടുണ്ട് എത്രയാണ്? 300 ആംപെയർ ഓക്കെ. അപ്പോൾ 300 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ ഓക്കെ. 300 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ തന്നിട്ടുണ്ട് എത്രയാണ്? 1.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 1.5 ഇൻറ്റു 10⁻⁻² ഓക്കെ. ഇത് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ കിട്ടുന്നത് ഓക്കെ 1.2 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ
34ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 34. ക്വസ്റ്റ്യൻ നമ്പർ 34ൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? An alpha particle is moving in a straight line with a uniform velocity 2 × 10⁵ meter per second. Find the magnetic induction produced by the alpha particle at a point at a distance 10⁻⁻⁷ from it. The point being on a line making an angle 30 degree with the direction of motion. നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒരു ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ആൽഫ പാർട്ടിക്കിൾ അപ്പോൾ നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾ ഈസ് ഈക്വലൻ ടു ഹീലിയം ന്യൂക്ലിയസ് അല്ലേ. അപ്പോൾ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × E ആയിരിക്കും. പ്രോട്ടോണിൻ്റെ 2 ടൈംസ് ആണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണ്. ആ മൂവ് ചെയ്യുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. V = എത്രയാണ്? 2 × 10⁵ meter per second. അങ്ങനെയെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പോയിന്റ് ഈ ഡിറക്ഷനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? 10⁻⁻⁷ മീറ്റർ അകലെയാണ്. അങ്ങനെയെങ്കിൽ ഈ കണ്ടക്ടറിൽ കൂടി അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്യുന്ന ഡിറക്ഷനും ആ പോയിന്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു ബയോട്ട് സവാർട്സ് ലോ dB = എന്താണ്? μ0/4πIdl sin തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് r ആണെങ്കിൽ r². അപ്പോൾ ഇതിനകത്ത് നമുക്ക് തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. I നമുക്ക് തന്നിട്ടില്ല. dl നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ IdLൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് കറണ്ട് I = dq/dt. കറണ്ട് I = dq/dt. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് I × dl നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ IdL = അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് IdL എന്ന് പറയുമ്പോൾ dq/dt ഇൻറ്റു I എന്ന് പറഞ്ഞാൽ dq/dt. അപ്പോൾ IdL എന്ന് പറയുമ്പോൾ dq/dt ഇൻറ്റു dl. ദാറ്റ് ഈസ് ഇതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. dq ഇൻറ്റു dl/dt ദാറ്റ് ഈസ് ഈക്വൽ ടു dq ഇൻറ്റു dl/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയാണ്. അപ്പോൾ IdLന് പകരം നമുക്ക് എന്തുകൊണ്ട് കൊടുക്കാം? ദാറ്റ് ഈസ് μ0/4π ഇൻറ്റു IdLന് പകരം v dq ഇൻറ്റു സൈൻ θ/r². ഇനി നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എല്ലാം ഉണ്ട്. μ0/4π എന്ന് പറഞ്ഞാൽ 10⁻⁷ ആണ്. ഇൻറ്റു വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 2 × 10⁵ ആണ്. ഇൻറ്റു dq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജാണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു ചാർജ് ഓഫ് പ്രോട്ടോൺ 1.6 × 10⁻⁹ ഇൻറ്റു സൈൻ 30 1/2 ആണ് ഡിവൈഡഡ് ബൈ r എത്രയാണെന്ന് തന്നിട്ടുണ്ട് നമുക്കിവിടെ. ആറിൻ്റെ വാല്യൂ 10⁻⁷. അപ്പോൾ 10⁻⁻⁷ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 10⁻⁷ ഇൻറ്റു 2 × 10⁵ ഇൻറ്റു 2 ഇൻറ്റു 1.6 × 10⁻⁹ ഇൻറ്റു സൈൻ 30 1/2 ഡിവൈഡഡ് ബൈ 10⁻⁷ ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 3.2 × 10⁻⁷ എന്ന് ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ C. Option C is the right answer for this question. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 35. ക്വസ്റ്റ്യൻ നമ്പർ 35 തന്നിരിക്കുന്നത് എ സോളിനോയിഡ് ഓഫ് 1.5 meter length and 4 centimeter diameter possess 100 tons per centimeter, a current of 5 ampere flowing through it, the magnetic induction. ഒരു സോളിനോയിഡിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B = μ0NI. ദറ്റ് ഈസ് ഈക്വൽ ടു μ0ൻ്റെ വാല്യൂ 4π × 10⁻⁻⁷ ആണ് μ0ൻ്റെ വാല്യൂ. ഇനി n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 100 ടേൺസ് പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ 1 സെൻറ്റിമീറ്ററിൽ 100 ടേൺസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ 1 മീറ്ററിൽ എത്രയായിരിക്കും? 100 ×
100. ഓക്കെ, അപ്പോൾ 10⁻⁴. ഓക്കെ, അപ്പോൾ എന്നിന് പകരം നമുക്ക് എന്താ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്ററിൽ 10⁻⁴ ഇൻറ്റു ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് 5 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ 20 π ഇൻറ്റു 10⁻³ ഓക്കെ, അപ്പോൾ 2 π ഇൻറ്റു 10⁻². ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 35. ഇനി നമുക്ക് 36ലേക്ക് വരാം. എ പാർട്ടിക്കിൾ ഹാവിംഗ് പോസിറ്റീവ് ചാർജ് ഒക്കേഷണലി കംസ് വിത്ത് ഹൈ വെലോസിറ്റി ഫ്രം സ്കൈ ടുവേർഡ്സ് ദ എർത്ത്. ഓക്കെ, സ്കൈയിൽ നിന്നും ഒരു പോസിറ്റീവ് ചാർജ് താഴേക്ക് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ക്യൂ സ്കൈയിൽ നിന്നും താഴേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ വെലോസിറ്റി താഴേക്ക്. അങ്ങനെയാണെങ്കിൽ ഓൺ ദ അക്കൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ദേ വുഡ് ഡിഫ്ലക്റ്റ്. ഇത് ഏത് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു? അപ്പോൾ ഇത് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് 2 കമ്പോണൻ്റ് ഉണ്ട് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു ഇത് നമ്മുടെ ഈസ്റ്റ് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇപ്പുറത്ത് വരുന്നത് സൗത്ത്, അപ്പുറത്ത് വരുന്നത് നോർത്ത്. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സൗത്തിൽ നിന്നും നോർത്തിലേക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടായിരിക്കും എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, BH. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ആ താഴേക്ക് വീഴുക. അപ്പോൾ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F = Q × V × B. അപ്പം V × Bയുടെ ഡിറക്ഷനിലായിരിക്കും ഫോഴ്സിൻ്റെ ഡിറക്ഷൻ. അപ്പോൾ V × B ഡിറക്ഷൻ, V എന്ന് പറയുന്നത് താഴേക്ക്, B എന്ന് പറയുന്നത് അകത്തേക്ക്. ഓക്കെ, അപ്പം V × B. ഓക്കെ, V × B എന്ന് പറയുമ്പം V താഴേക്ക്, B അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഏത് ഡിറക്ഷനിലായിരിക്കും? V × B. V × B ഇത് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഈസ്റ്റ് ഡിറക്ഷനിൽ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി. 36 ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 37ലേക്ക് പോവാം. എ സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് ആൻ ഇലക്ട്രിക് കറണ്ട്, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റൈറ്റ്? ഒരു സ്ട്രെയിറ്റ് വയറിനകത്തൂടി കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിന് ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇതാ ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടായിരിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് ആ കണ്ടക്ടർ പോകുന്ന ഡിറക്ഷൻ മോളോട്ടാണെന്നുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടായിരിക്കും. Therefore, question number 37, answer option B. There are lines of forces and they are circular lines encircling the wire. Okay, ഇതിന് ചുറ്റും ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാകും. ക്വസ്റ്റ്യൻ നമ്പർ 37. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 38. A charged ball B hangs from a silk thread S which makes an angle theta with a large charged conducting sheet P. ഒരു കണ്ടക്റ്റിംഗ് ഷീറ്റ്, സപ്പോസ് ഞാനത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് എടുക്കുന്നു. ഓക്കെ, അതിനകത്ത് നമ്മളൊരു സിൽക്ക് ത്രെഡ് വെച്ചിട്ടൊരു ബോളിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകുന്നു, ഒരു ചാർജ്ഡ് ബോഡി. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏത് ആണ് കറക്റ്റ് ഓപ്ഷൻ? അപ്പം ഇത് ചാർജ്ഡ് അല്ലേ, ഇതൊരു പോസിറ്റീവിലി ചാർജ്ഡ് ആയിട്ടുള്ള ബോളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോസിറ്റീവും ഈ പോസിറ്റീവിൻ്റെ റിപ്പൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് പറഞ്ഞൂടെ താഴേക്ക് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ വെയിറ്റ് mg. അപ്പോൾ ഇങ്ങോട്ട് ആരുണ്ടായിരിക്കും? ഇതിൻ്റെ ടെൻഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ടെൻഷനെ 2 കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. അപ്പോൾ ഈ ടെൻഷൻ്റെ ഒരു കമ്പോണൻറ്റ് മോളോട്ട് വരും. ഓക്കെ, അപ്പോൾ T cos തീറ്റ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? T sin തീറ്റ. ഇനി ഇതിലേക്ക് ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്, ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇതിലേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അതെന്തായിരിക്കും? QE.
അപ്പോൾ ഇതിപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ ടി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ക്യു ഇ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ടി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എം ജി ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഇക്വേഷനെ കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ക്യു ഇ ബൈ എം ജി. ദറ്റ് ഈസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ക്യു. ഈ ബോളിൻ്റെ ചാർജാണ്. ഇ എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ് മൂലം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ആ പ്ലേറ്റ് മൂലമുള്ള അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, എം ജി എം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഓക്കെ ടാൻ തീറ്റ എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു സിഗ്മ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു സിഗ്മ. ക്വസ്റ്റ്യൻ നമ്പർ 38. ഓക്കെ, ആൻസർ ടാൻ തീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു സിഗ്മ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ഷോൺ ഇൻ ദ ഫിഗർ ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഡ്യൂ ടു ദ ഷീറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു. ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്തിന് പ്രപ്പോർഷണൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? ടാൻ തീറ്റയ്ക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 39. എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സ്ക്വയർ ലൂപ്പ്. ഓക്കെ, ഒരു സ്ക്വയർ ലൂപ്പിൻ്റെ സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ അങ്ങ് ഓർത്ത് വെച്ചേക്കണം. ഒരു റെക്റ്റാങ്കുലാർ ലൂപ്പാണെന്നിരിക്കട്ടെ, അതിൻ്റെ സൈഡ് എയും ബിയുമാണ്. അങ്ങനെയെങ്കിൽ ഇതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ റെക്റ്റാങ്കുലാർ ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ ബി ഇസ് ഈക്വൽ ടു 2 mu 0 I 2 mu 0 I by pi into root a square plus b square by ab ആയിരിക്കും. ആരുടേത്? റെക്റ്റാങ്കുലാർ ഫ്രെയിം. അങ്ങനെയെങ്കിൽ സ്ക്വയറിൻ്റെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. സ്ക്വയറിൻ്റെ കേസിൽ എന്തായിരിക്കും? ഈ എ ബി രണ്ട് ഈക്വൽ ആയിരിക്കും അല്ലേ? ആണോ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയറിൻ്റെ കേസിൽ ബി സ്ക്വയർ is equal to 2 mu 0 I by pi into എയും ബി ഈക്വൽ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ √2 എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഇവിടുത്തെ എയും അങ്ങ് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? 2 mu 0 I by pi a എന്ന് കിട്ടും. ഇതായിരിക്കും ഒരു സ്ക്വയറിൻ്റെ സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇത് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനകത്ത് നോക്കിയേ, ഇവിടെ ഈ 4 ഈ 8 കട്ട് ചെയ്യുമ്പോൾ അത് 2 ആകും. ഓക്കെ, അപ്പോൾ ഇത് 2 mu 0 I by pi into ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് L ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്ക് പകരം നമുക്ക് L കൊടുക്കാം. ഓക്കെ, അപ്പോൾ therefore ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 40ലേക്ക് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 40 ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ആർക്ക് ഈ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നാണ്. അപ്പോൾ ഒരു സർക്കുലാർ റിങ് നമ്മൾ എടുക്കുകയാണ്. ഈ സർക്കുലാർ റിങ്ങിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് I ആണെന്നുണ്ടെങ്കിൽ ആ റിങ്ങിൻ്റെ സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ ബി ഇസ് ഈക്വൽ ടു mu 0 I by 2r ആയിരിക്കും. ഒരു റിങ് അതിൻ്റെ സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആ റിങ് മുഴുവൻ തന്നിട്ടില്ല, അതിൻ്റെ ഒരു സെഗ്മെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് മൊത്തം റിങ് ഉണ്ടായിരുന്നു എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? mu 0 I by 2r ആയിരിക്കും. പക്ഷേ മൊത്തം പോർഷൻ ഇല്ല, ഇത്രയും പോർഷനേ ഉള്ളൂ. അപ്പോൾ തീറ്റ ഡിവൈഡഡ് ബൈ 2π. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് O ഡ്യൂ ടു ആൻ ആർക്ക് എന്ന് പറയുന്നത് mu 0 I by 2r into തീറ്റ ബൈ 2π. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു mu 0 I by 2r into തീറ്റ ബൈ 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ ഓക്കെ, therefore ആൻസർ ഓപ്ഷൻ സി. Answer option C is the right answer for question number 40.
ഓക്കെ. ദെൻ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കണ്ടക്ടർ ഇതിനകത്ത് കൂടി ഐ കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിന് പെർപെൻഡിക്കുലറായിട്ട് അതിനെ ടച്ച് ചെയ്യാതെ മറ്റൊരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. അതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് കണ്ടക്ടർ, പക്ഷേ അത് ടച്ച് ചെയ്യുന്നില്ല, അതിൽ കൂടി സെയിം കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3, റീജിയൻ 4. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആകുന്നത് എവിടെയൊക്കെയാണ്? അപ്പോൾ റീജിയൻ 1ൽ നോക്കി, ഇതിനകത്തുകൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് റീജിയൻ 1ലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് സെഗ്മെൻറ്റ്, ഈ സെഗ്മെൻറ്റ് മൂലം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് പുറത്തേക്കായിരിക്കും. പുറത്തേക്കാണെന്നെങ്കിൽ ഞാൻ ഡോട്ട് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ. ഈ സെഗ്മെൻറ്റ് മൂലം ഇവിടുത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും പുറത്തേക്കായിരിക്കും. അപ്പോൾ ഇവിടെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കായിരിക്കും. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ്ട് ഈ 2 എന്ന് പറയുന്ന റീജിയനിൽ എടുക്കുകയാണ്. അപ്പം ഈ സെഗ്മെൻറ്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്കായിരിക്കും. അതേസമയത്ത് ഈ സെഗ്മെൻറ്റ് മൂലം എന്തായിരിക്കും? അകത്തേക്കായിരിക്കും. ഓക്കെ. അപ്പോൾ പുറത്തേക്കും അകത്തേക്കുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈക്വലും ഓപ്പോസിറ്റുമാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ. ഇനി ഈ റീജിയനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിൽ കൂടി കറണ്ട് അങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് പോർഷൻ ഈസ് അകത്തേക്ക് ഇൻറ്റു. അതേ സമയത്ത് ഇത് മൂലമുള്ളതും എങ്ങോട്ടായിരിക്കും? അകത്തേക്കായിരിക്കും. അപ്പോൾ അവിടെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ ഈ റീജിയൻ 4 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റ് മൂലം മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക്, ഈ സെഗ്മെൻറ്റ് മൂലം മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക്. അപ്പം അകത്തേക്കും പുറത്തേക്കുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും. ഓക്കെ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ റീജിയൻ വിച്ച് കണ്ടെയ്ൻ 0 മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഈ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് 2ഉം 4ഉം. ഓക്കെ. therefore answer option C. Option C is the right answer for this question number 41. ഓക്കെ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42 ആണ്. ഓക്കെ. 42ൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 long wires which are parallel carrying a current are arranged as shown in the figure. The force experienced by 25 cm length of wire C. ഈ സി എന്ന് പറയുന്ന വയറിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ സി എന്ന് പറയുന്ന വയറിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവർ തമ്മിൽ കറണ്ട് ഓപ്പോസിറ്റായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവർ തമ്മിൽ എന്തുണ്ടായിരിക്കും? രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരലാണ്, സെയിം ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഓക്കെ അവർ തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ എ എന്ന് പറയുന്ന കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന മുകളിലേക്ക്, സി എന്ന് പറയുന്ന കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന താഴേക്ക്. ഓക്കെ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ സിയിലേക്ക് ഈ എ ഒരു ഫോഴ്സ് കൊടുക്കും, അത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ അതിനെ ഞാൻ ഫോഴ്സ് ഓൺ സി ബൈ എ എന്ന് എടുക്കുന്നു. ഇനി ഈ സിയും ബിയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? സിയിലേക്ക് ബി ഒരു ഫോഴ്സ് കൊടുക്കും, അത് അങ്ങോട്ടായിരിക്കും. സിയെ ബി അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഫോഴ്സ് ഓൺ സി ബൈ ബി എന്ന് ഞാൻ എടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിനകത്തേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് നമുക്ക് എങ്ങനെ എടുക്കാം? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ സി ബൈ എയുടെയും ഫോഴ്സ് ഓൺ സി ബൈ ബിയുടെയും എന്തെടുത്താൽ മതി? റിസൾട്ടൻ്റ് എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ വലിയ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് വലിയ ഫോഴ്സിൽ നിന്നും ചെറിയ ഫോഴ്സ് കുറച്ചിട്ട് വലിയ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആദ്യം ഞാൻ ഫോഴ്സ് ഓൺ സി ബൈ എ എടുക്കുന്നു. അപ്പോൾ ഫോഴ്സ് ഓൺ സി ബൈ എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? μ0 ബൈ 4 പൈ ഇൻറ്റു 2 ഐ എ ഐ സി ബൈ ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ ഞാൻ R1 എന്ന് എടുക്കുകയാണ്. അപ്പോൾ R1 ഇത് യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു ഓക്കെ എത്ര സെൻറ്റിമീറ്റർ ആണ്? 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 25 ഇൻറ്റു 10⁻⁻². ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ എടുക്കാം μ0 ബൈ 4 പൈ ഇൻറ്റു 2 ഇൻറ്റു ഐ എ എന്ന് പറയുന്നത് 30 ആംപെയർ ഇൻറ്റു ഐ സി 10 ഡിവൈഡഡ് ബൈ ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ R1. ഓക്കെ. R1 ഇവിടെ എത്രയാണ് തന്നിട്ടുണ്ട്? 3 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3 ഇൻറ്റു 10⁻⁻². ഓക്കെ. ഇൻറ്റു 25 ഇൻറ്റു 10⁻⁻². ഇനി ഫോഴ്സ് ഓൺ സി ബൈ
ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ μ0/4π ഇൻറ്റു 2 ഇൻറ്റു IB ഡിവൈഡഡ് ബൈ R2 ഇൻറ്റു 10⁻25 ഇൻറ്റു 10⁻². ദറ്റ് ഈസ് μ0/4π ഇൻറ്റു 2 ഇൻറ്റു IC. ഓക്കെ, IC എത്രയാണ്? 10 ഇൻറ്റു IB 20 ഡിവൈഡഡ് ബൈ R2. R2ൻ്റെ വാല്യൂ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 ഇൻറ്റു 10⁻² ഇൻറ്റു 25 ഇൻറ്റു 10⁻². ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈ 10⁻²ഉം ഈ 10⁻²ഉം ക്യാൻസലായി. ഇവിടുത്തെ 10⁻²ഉം 10⁻²ഉം ക്യാൻസലായി. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക, ഈ 3യും ക്യാൻസലായി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു 10 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഓൺ C/A എന്ന് പറയുന്നത് μ0/4π ഇൻറ്റു ഇവിടെ എത്ര കിട്ടും? 200 ഇൻറ്റു 25. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി ഫോഴ്സ് ഓൺ C/B ഈക്വൽ ടു μ0/4π ഇൻറ്റു ഇവിടെയും നോക്കുക, ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? 200 ഇൻറ്റു 25. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 നോക്കിയേ. ഫോഴ്സ് ഓൺ C/A, CA ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും, CA അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ആ രണ്ട് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ രണ്ട് ഫോഴ്സും ഒരേ മാഗ്നിറ്റ്യൂഡുമാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ്. അതുകൊണ്ട് നമ്മൾ FCA പ്ലസ് FCB ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് 0, 42. ആൻസർ ഓപ്ഷൻ ഡി 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 43ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 43ൽ തന്നിരിക്കുന്നത് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എർത്ത് ഈസ് 28 AM⁻⁻1. ദ ടോട്ടൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ടോട്ടൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ B is equal to μ0H ആണ്. ഓക്കെ, ദെൻ μ0ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാ? 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു Hൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട് എത്രയാ? 28. ഓക്കെ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.52 ഇൻറ്റു 10⁻⁻5 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 43. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 44 നോക്കാം. When a charged particle moves in a magnetic field, then its kinetic energy will be. ഓക്കെ, അപ്പോൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും തന്നിട്ടില്ല. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു അസംഷൻ അങ്ങ് എടുക്കുകയാണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ Q മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യും? സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യും. ഓക്കെ, വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ mv². ഓക്കെ, അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസ് പ്രകാരം നമുക്ക് പറയാൻ സാധിക്കും അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് റിമൈൻസ് കോൺസ്റ്റൻ്റ്. ആൻസർ ഓപ്ഷൻ സി. 44 ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 45ലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 45 ഇതാണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഗ്രാവിറ്റി ഫ്രീ സ്പേസിൽ കൂടി മൂവ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആർ കറക്റ്റ്? അപ്പോൾ നമ്മൾ Q എന്ന് പറയുന്നൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇത് V വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്തേക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യില്ല. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്,
മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെന്നുണ്ടെങ്കിൽ ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ തന്നെ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി പോസിബിൾ ആണ്. ഓക്കെ, ഇനി ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യൂ ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണ്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെന്നിരിക്കട്ടെ. ഇലക്ട്രിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്, ഇലക്ട്രിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തത് ഈ ചാർജിൻ്റെ വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിലുമാണ് എന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യും, F is equal to QE. ആ ഫോഴ്സ് കാരണം ഈ ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് പോസിബിൾ അല്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നു ഒരു ചാർജ് പാർട്ടിക്കിൾ Q അത് v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് കൊടുത്തിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് b ആണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണെന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്, വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതേ വെലോസിറ്റി തന്നെ മൂവ് ചെയ്യും. അതേ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ അത് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. അപ്പം വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ ഈ സിറ്റുവേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോസിബിളായിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0യും മാഗ്നറ്റിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0യും ആണ്. അത് പാരലാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിക്ക് പാരലാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ അത് അതേ വെലോസിറ്റി തന്നെ മൂവ് ചെയ്യും. അപ്പോൾ പോസിബിളായിട്ടുള്ള കണ്ടീഷൻസ് ചോദിച്ചാൽ ഇത് പോസിബിൾ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ബി 0യും ഈ 0യും ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഈ 0യും ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0യും ആണെന്നുണ്ടെങ്കിൽ അത് പാരലാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിക്ക് പാരലാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ അതും പോസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബിയും സിയും പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതാ നോക്കിയേ, ഈ ഡി എന്നുള്ള പോർഷൻ നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാകത്തില്ല. ഓക്കെ, അതവിടെ വേണ്ട, പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ആൻസർ ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി ആർ കറക്റ്റ്. ദെയർഫോർ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 45. ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 46. 46ൽ ചോദിച്ചിരിക്കുന്നത് 3 കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് 1, 2 and 4 മൈക്രോ ഫാരഡ് are connected in series with 10 volt. Okay. Then charge on each capacitor. Okay. അപ്പോൾ ഇതാ 3 കപ്പാസിറ്റർ. ഓക്കെ, 1 മൈക്രോ ഫാരഡ്, 2 മൈക്രോ ഫാരഡ്, അതുപോലെ 4 മൈക്രോ ഫാരഡ്. ഓക്കെ, ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു സെല്ല് ഹാവിങ് 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ആ മിഡിൽ കപ്പാസിറ്ററിൻ്റെ ചാർജ് എത്രയാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് സീരീസ് ആയതുകൊണ്ട് എല്ലാ കപ്പാസിറ്ററിലും ഉള്ള ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് ഒരു സിംഗിൾ കപ്പാസിറ്ററായിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സിംഗിൾ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1/CS = 1/C1 + 1/C2 + 1/C3. Okay, that is equal to 1 + 1/2 + 1/4, that is equal to 4 upon 4 + 2 + 1. Okay, അപ്പോൾ 7/4. Therefore CS is equal to 4/7 മൈക്രോ ഫാരഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് നമുക്ക് 4/7 മൈക്രോ ഫാരഡ് എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = 10 വോൾട്ട് ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് Q = CV, ദാറ്റ് ഈസ് ഈക്വൽ ടു C എന്ന് പറയുന്നത് 4/7 മൈക്രോ ഫാരഡ് അല്ലേ ഇൻറ്റു ഓക്കെ V 10 വോൾട്ട് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 40/7 മൈക്രോ കൂളംബ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 40/7 മൈക്രോ കൂളംബ്, ആൻസർ ഓപ്ഷൻ ബി, ക്വസ്റ്റ്യൻ നമ്പർ 46. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 47ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 47ൽ ചോദിച്ചിരിക്കുന്നത് എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 16 മൈക്രോ ഫാരഡ് ഈസ് ചാർജ്ഡ് ടു V = 200 volt. If it is discharged to a resistance
വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഈ കപ്പാസിറ്ററിന് ലോസായ എനർജി ആയിരിക്കും അവിടെ ഹീറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു ഈ കപ്പാസിറ്ററിന് ലോസായ എനർജി എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന മൊത്തം എനർജി. ഓക്കെ, അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. ഓക്കെ, കപ്പാസിറ്റർ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജിക്ക് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു സി എത്രയാണ് 16 മൈക്രോ ഇൻറ്റു വി സ്ക്വയർ. ഓക്കെ, 200 the whole square. Okay, 1/2 into 16 into 10 raised to minus 6 into 4 into 10 raised to 4. Okay, അപ്പോൾ അത് ചെയ്യുമ്പോൾ 32 into 10 raised to minus 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.32 ജൂൾ. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 48ലേക്ക് പോകാം. What fraction of energy drawn from charging a battery is stored in a capacitor? Okay, question number 48. അപ്പോൾ energy stored in a capacitor is equal to ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഞാൻ അതിനെ ഇ എന്നെടുക്കുകയാണ്. ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം, ഹാഫ് ക്യൂ വി. ഹാഫ് ക്യൂ വി, ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ടോട്ടൽ എനർജി ഓഫ് ദ ബാറ്ററി. ടോട്ടൽ എനർജി ഓഫ് ബാറ്ററി. ഓക്കെ, അതിനെ ഞാൻ ഇ ബി എന്നെടുക്കുകയാണ്, ബാറ്ററിയിലെ എനർജി. ഓക്കെ, അതെന്തായിരിക്കും, ക്യൂ ഇൻറ്റു വി ആയിരിക്കും, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇ ബൈ ഇ ബി ഈക്വൽ ടു 1/2 ക്യൂ വി ഡിവൈഡഡ് ബൈ ക്യൂ വി. ക്യൂ വിയും ക്യാൻസലായി, ദറ്റ് ഈസ് 1/2, ദറ്റ് ഈസ് 0.5. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 50%. Therefore, answer option D. Okay. Next, question number നമുക്ക് 49ലേക്ക് വരാം. Question number 49. A leaky parallel plate capacitor is completely filled with a material having dielectric constant K and conductivity sigma. The time constant of the capacitor is. Okay. അപ്പോൾ we know that a conductivity sigma is equal to 1/rho. Okay, that is sigma is equal to, we know that R is equal to rho L by A, therefore rho is equal to RA by L. അപ്പോൾ ഈ റോയ്ക്ക് പകരം ആ വാല്യൂ നമ്മളവിടെ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് എന്ത് കിട്ടും, L by RA എന്ന് കിട്ടും. സിഗ്മ is equal to L by RA. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി ഒരു കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഓക്കെ അല്ല കപ്പാസിറ്റൻസ് C is equal to എപ്സിലോൺ 0 A by D ആണ്. ഓക്കെ, ആ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ D ആണ്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. എങ്കിൽ ഓക്കെ ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി C is equal to എപ്സിലോൺ 0 A by D. ഓക്കെ, ദെൻ ഇവിടെ ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് ഇടയിലുള്ള സെപ്പറേഷൻ ഞാൻ എല്ലായിട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ ഡിക്ക് ഞാൻ എൽ എന്ന് എടുക്കുന്നു. അപ്പോൾ എപ്സിലോൺ 0 A by L. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മളൊരു മീഡിയം ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂ കപ്പാസിറ്റൻസ് CM is equal to എപ്സിലോൺ 0 A by L into K. ഓക്കെ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ കപ്പാസിറ്ററിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ടൈം കോൺസ്റ്റൻറ്റ് ടോ ഇസ് ഈക്വൽ ടു RC ആണ്. ടൈം കോൺസ്റ്റൻറ്റ് ടോ ഇസ് ഈക്വൽ ടു RC. ദറ്റ് ഈസ് ടോ ഇസ് ഈക്വൽ ടു ഓക്കെ
ഈ ഇക്വേഷൻ നമ്പർ 1-ൽ നിന്നും R is equal to നമുക്ക് എങ്ങനെ എഴുതാം? R is equal to L by sigma A എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ L by sigma A into L by sigma A into സിക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കുന്നു? എപ്സിലോൺ 0 A K by L. അപ്പോൾ ഈ എല്ലും ക്യാൻസലായി, ഇവിടുത്തെ എയും ക്യാൻസലായി, ബാക്കി ടോ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 K by സിഗ്മ എന്ന് കിട്ടും. ഓക്കെ, എപ്സിലോൺ 0 K by സിഗ്മ, എപ്സിലോൺ 0 K by സിഗ്മ. ആൻസർ ഫോർ ദിസ് question option A. Option A. Okay, K epsilon 0 by sigma. 49 option A. Then നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 50. A parallel plate capacitor is connected to a battery. Okay, ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. The plates are pulled apart with a uniform speed. Okay, ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ. If x is the separation between the plates, okay, ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷനാണ് x. The time rate of change of electrostatic energy of the capacitor is proportional to. Okay, അപ്പോൾ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി U is equal to, we know that half CV square. C എന്ന് പറയുന്നതിൻ്റെ കപ്പാസിറ്റിയും V എന്ന് പറയുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസുമാണ്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 1/2. എന്താ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എപ്സിലോൺ 0 A ബൈ, ഓക്കെ, ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ എക്സ് ഇൻറ്റു വി സ്ക്വയർ. എപ്സിലോൺ 0 A ബൈ എക്സ് ഇൻറ്റു വി സ്ക്വയർ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്നാ? ദ ടൈം ചേഞ്ച് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എനർജിയാണ്. എന്ന് പറഞ്ഞാൽ du/dt കണ്ടുപിടിക്കാനാണ്. അപ്പോൾ du/dt എന്തായിരിക്കും? ഇവിടെ എപ്സിലോൺ 0 കോൺസ്റ്റൻ്റ് ആണ്, A കോൺസ്റ്റൻ്റ് ആണ്, V കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഞാനങ്ങ് പുറത്തെടുക്കുകയാണെങ്കിൽ 1/2 ഇൻറ്റു എപ്സിലോൺ 0 A V സ്ക്വയർ ഇൻറ്റു d/dt ഓഫ് 1/x. That is equal to 1/2 epsilon 0 A V square into, ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1 x raised to -1 into dx/dt. That is 1/2 epsilon 0 A V square into, okay, -1/x square ഇൻറ്റു dx/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്കിതിങ്ങനെ എടുക്കാം. -1/2 എപ്സിലോൺ 0 A ക്യാപിറ്റൽ V സ്ക്വയർ ഇൻറ്റു സ്മോൾ v ഇൻറ്റു 1/x സ്ക്വയർ. ദറ്റ് ഈസ് du/dt ഈസ് പ്രൊപ്പോർഷണൽ ടു, ഓക്കെ, 1/x square, that is proportional to x raised to -2. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. എക്സ് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ x raised to -2. ഓക്കെ, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആൻസർ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നന്നായിട്ട് ചെയ്ത് നോക്കുക.